നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 1121 നാമനിർദ്ദേശ പത്രികകൾ ഇതുവരെ ലഭിച്ചു. രാഷ്ട്രീയ കക്ഷികൾക്ക് ഭീഷണിയായി കുറേ അധികം സ്ഥാനാർത്ഥികൾക്ക് അപരന്മാരും എത്തി. എല്ലാ തെരഞ്ഞെടുപ്പിലും അപരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. പേരാവൂരിൽ കെ സൈലജയ്ക്കും സണ്ണി ജോസഫിനും വരെ അപരഭീഷണി വന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ബേപ്പൂരിലാണെങ്കിലോ UDF സ്ഥാനാർത്ഥി PV അൻവറിന് 4 അപരന്മാരേ ഉള്ളൂ. കുറവാ. അങ്ങനെ അപരന്മാരുടെ സാന്നിധ്യം കൊണ്ടും കൂടി നമ്മുടെ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കപ്പെടുന്നു എന്നാണ് വിവരം. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ഈ പത്രികാ സമർപ്പണത്തിന് ഈ ദിവസം സംഭവിച്ച കാര്യങ്ങളുമായി നമുക്കൊപ്പം ഈ പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ഷെബീദ്, എന്താണ് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ? പേരാവൂരിൽ കെ ശൈലജയ്ക്കും സണ്ണി ജോസഫിനും അപരന്മാർ വന്നു എന്നുള്ളത്, അപരന്മാരും അപരത്തികളും അല്ലേ, അങ്ങനെയല്ലേ പറയേണ്ടത്? ഓക്കെ, അതും ഒരു വാർത്തയാണ്, പറയും. ഉറപ്പായിട്ടും, കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന്. അത് സമർപ്പിച്ചിട്ടുണ്ട്. നാളെ മുതൽ സൂക്ഷ്മ പരിശോധന, അതിനുശേഷം 26-നാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ ഏതാണ്ടൊരു തെരഞ്ഞെടുപ്പ് കളം നമുക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അപരന്മാരടക്കം ആർക്കൊക്കെ തലവേദന ഉണ്ടാക്കും, ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പേരാവൂരിലടക്കമാണ്. അതായത് രാഷ്ട്രീയ പോരാട്ടം ചൂടുപിടിക്കുന്ന കനക്കുന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ അപരന്മാരുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വോട്ടുകൾ പോലും മാർജിനായി സ്വാധീനിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന രീതിയിൽ അപരന്മാരുണ്ട്. അത് ഈ വട്ടിയൂർക്കാവിൽ നോക്കുകയാണെങ്കിൽ VK പ്രശാന്തിന് പകരമായി K പ്രശാന്ത് ഒക്കെ അപരന്മാരായി എത്തുന്നുണ്ട്. ഈ അപരന്മാരുടെ മുഴുവൻ പട്ടിക നമുക്ക് ലഭിക്കണമെങ്കിൽ, കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് ചിത്രം ലഭിക്കണമെങ്കിൽ 26 വരെ കാത്തിരിക്കണം. കാരണം അന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മാത്രമല്ല വിമത ശല്യവും വളരെ നാടകീയമായി തന്നെ അരങ്ങേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിലും, ഈ പത്തനാപുരത്ത് നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് നമ്മൾ പറയുകയാണെങ്കിൽ പാറശാലയിൽ വിമതശല്യമുണ്ട്. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി കണ്ടു. അതേസമയം മറ്റൊരു പ്രധാനം, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഖങ്ങൾ കളം പിടിക്കുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് മറ്റു ജില്ലകളിലെ പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. നാളെ ഇടുക്കിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത്. അടുത്ത മാസം 3-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കും. അതേസമയം നരേന്ദ്രമോദി കേരളാഴ്ച കേരളത്തിലേക്ക് എത്തുന്നുണ്ട്, രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അങ്ങനെ അത്യന്തം ആവേശത്തിലേക്ക് തിരഞ്ഞെടുപ്പ് ചിത്രം പോവുകയാണ്. സ്കേൻ. ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഗോപികൃഷ്ണൻ, അപ്പോൾ എന്തായാലും അതിനിടയിൽ നഴ്സസ് വീണ്ടും സമരം തുടങ്ങുന്നു, ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിൻ്റെ വാർത്തകളുടെ വിശദാംശങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗോപി, ശരിക്കും ഇന്ന് ഈ അപരന്മാരുടെ സാന്നിധ്യം എന്നും ഒരു രസകരമായ കാര്യമാണ്. അപരത്തി എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അപരയാണ്, നമ്മുടെ അപര അല്ലേ, അപരയും അപരനും. അപ്പൊ എന്തായാലും ഗുണമൊന്നു തന്നെയാണല്ലോ. ഈ അപരന്മാർ വിചാരിച്ചാൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ വഴിമുടക്കിയ കഥയുണ്ട്. VM സുധീരൻ നേരത്തെ ആലപ്പുഴയിൽ, അങ്ങനെയാണെങ്കിൽ B ദിലീപ് കുമാറിന്റെ കഥ പറയുമ്പോൾ ഈ കഥ നടക്കുന്നത് എവിടെയാ? കഥ നടക്കുന്നത് അങ്ങ് ആലപ്പുഴയിൽ VM സുധീരൻ അന്ന് പരാജയപ്പെട്ടത് 1009 വോട്ടിനാണ്. അന്ന് VS സുധീരൻ എന്ന് പറഞ്ഞ് ഒരിടത്തും പ്രചരണത്തിനിറങ്ങാതെ ബാലറ്റ് പേപ്പറിൽ മാത്രം അതിൽ മാത്രം പേരുണ്ടായിരുന്ന VS സുധീരൻ പിടിച്ചത് ഏതാണ്ട് 8500-ലധികം വോട്ടാണ്. VM സുധീരൻ 1000-ൽ പരം വോട്ടിന് തോക്കാൻ കാരണക്കാരൻ, മുഖ്യ പങ്ക് വഹിച്ചത് ഈ VS സുധീരനാണ്. പിന്നെ നമ്മൾ ഈ മഞ്ചേശ്വരം ഉണ്ടല്ലോ, മഞ്ചേശ്വരത്തേക്കൊന്ന് പോവാം. കാസർഗോഡ്, അവിടെ കഥ പറയുമ്പോൾ K സുരേന്ദ്രനായിരുന്നു 2016-ൽ സ്ഥാനാർത്ഥി. 89 വോട്ടിനാണ് K സുരേന്ദ്രൻ തോറ്റത്. ഒരു K സുരേന്ദ്രൻ ഉണ്ടായിരുന്നു സ്വതന്ത്രനായിട്ട്. പുള്ളി 480 വോട്ട് പിടിച്ചു. അപ്പൊ അങ്ങനെ ഈ അപരന്മാർ ചിലർക്ക് പണി കൊടുത്ത കഥയുമുണ്ട്. അപ്പൊ പേരാവൂരില് കഥ പറയേണ്ടി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് മഞ്ചേശ്വരത്ത് ഇത്തവണ AK മഷ്റഫാ മത്സരിക്കുന്നത്. SDP എന്നൊരു സ്ഥാനാർത്ഥിയുണ്ട്. SDP എന്നൊരു സംഘടന, അവരുടെ സംസ്ഥാപന ലക്ഷ്യം തന്നെ RSS വിരുദ്ധം, ഫാസിസ്റ്റ് വിരുദ്ധം എന്നൊക്കെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവിടെ K സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെടുന്നത്. അതിനു മുമ്പ് 2 അക്കത്തിൽ പരാജയപ്പെട്ടു K സുരേന്ദ്രൻ. ഇവിടെ SDP സ്ഥാനാർത്ഥിയുടെ പേരെന്ന് പറയുന്നത് K മഷ്റഫ്. ആ സ്ഥാനാർത്ഥിയുടെ പേര് അഷ്റഫ് ബേഡജ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്ററുകളിലും അദ്ദേഹം അറിയപ്പെടുന്നു അഷ്റഫ് ബേഡജ എന്നുള്ളതാണ്. പക്ഷേ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോഴേക്കും K മഷ്റഫായി. AK മഷ്റഫും K മഷ്റഫും. അതായത് അവിടെ K സുരേന്ദ്രൻ ജയിച്ചാലും സാരമില്ല, അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥി തോൽക്കണം എന്ന മട്ടിൽ അവിടെ ഒരു വിമത സ്ഥാനാർത്ഥി കൂടി ഉണ്ട്. മഞ്ചേശ്വരത്ത് ഈ പറഞ്ഞ വിമത ശല്യം അല്ല, വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ വട്ടിയൂർക്കാവ് VK പ്രശാന്തിന് ഒരു അപരൻ K പ്രശാന്ത് വന്നു, പ്രശാന്ത്. അപ്പൊ ഇനിയിപ്പോ ഈ മുന്നണി ഇപ്പൊ G സുധാകരൻ മത്സരിക്കുന്നു. അമ്പലപ്പുഴയിൽ അദ്ദേഹം വലിയ വിജയപ്രതീക്ഷയിൽ മത്സരിക്കണം. അവിടെ ഒരു സുധാകരനുണ്ട്, G ഇല്ല, വെറും സുധാകരൻ ആണ് അപരനായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് മുന്നണികളെ സംബന്ധിച്ച്, പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം പറഞ്ഞ് ഇനി അവർക്ക് ചിഹ്നം മനസ്സിൽ ഉറപ്പിക്കുകയല്ലാതെ
ചിഹ്നമേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോൾ അവിടെയും ഉണ്ടായി നമ്മുടെ തിരുവനന്തപുരംകാരൻ രാഹുൽ ഗാന്ധി, കൊച്ചാപ്പി എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി പോയി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. സ്ഥലം തിരുവനന്തപുരംകാരനല്ല, കാര്യവട്ടം കോളേജിൽ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന ആളായിരുന്നു. അച്ഛൻ പഴയ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് മൂത്ത മകന് രാജീവ് ഗാന്ധി എന്നും ഇളയ മകന് രാഹുൽ ഗാന്ധി എന്നും പേരിട്ടു. പക്ഷേ ഈ രാഹുൽ ഗാന്ധി SFIയുടെ പ്രവർത്തകനായി മാറി കാര്യവട്ടം ക്യാമ്പസിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോ അവിടെ പോയപ്പോ അവിടെ മത്സരിച്ചു. രാഹുൽ ഗാന്ധിയുടെ പേര് രാഹുൽ ഗാന്ധി ആർക്കും അറിയില്ല. അവനെ വിളിക്കുന്നത് കൊച്ചാപ്പി എന്നാണ് വിളിക്കുന്നത്. നാടൻപാട്ടുകാരനാണ്, കഴിവുള്ള കലാകാരൻ, ഗംഭീര കലാകാരനാ. ക്യാമ്പസിൽ കൊച്ചാപ്പി, നാട്ടി കൊച്ചാപ്പി, ലാസ്റ്റ് നാമനിർദ്ദേശ പത്രിക ഇവന്റെ പേര് രാഹുൽ ഗാന്ധി. വായുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും ഒരു രാഹുൽ ഗാന്ധി ആവും. അത് ഒരു രസമുള്ള സംഭവമായിരുന്നു. പക്ഷേ കാര്യമായ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ പോലും വോട്ടിംഗ് മെഷീനിലെ പേരും ആളുടെ ചിത്രവും ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അസിതയുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും അപരയുണ്ടോ? ദിലീപേട്ടന്റെ ഒക്കെ ചില കഥകൾ കേൾക്കുമ്പോ പിന്നെ നമുക്ക് കഥകൾ പറയാൻ തോന്നി. ഞാൻ എപ്പോഴും പറയുന്നറിയോ, ഇപ്പം ദിലീപ് വരുന്നത് പെരുമണിന്നാണ്, ഒരിക്കലും ഒരു ദുരന്തമായി മാറാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ദിലീപ് ജനിച്ചു വളർന്നതും കേട്ടു വളർന്നതും ഒക്കെ സാംബശിവന്റെ കഥാപ്രസംഗമാണ്. അപ്പോൾ ഈ സാംബശിവൻ കഥ പറയുന്നതായിരുന്നല്ലോ കഥാപ്രസംഗത്തിൽ ഏറ്റവും. അദ്ദേഹത്തെ വെല്ലാൻ കിടാമംഗലം സാറിനെ പോലെ ഒരാളിനെയൊക്കെ പറയുമെങ്കിലും അത് 8 or 10 കഥാപാത്രങ്ങളെ ശബ്ദാനുകരണത്തിലൂടെ മിമിക് ചെയ്യാൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഈ കഥ നടക്കുന്നത് എന്നെപ്പോഴും അദ്ദേഹം പറയും. അപ്പോൾ ഈ കഥ നടക്കുന്നത് ശരിക്കും പെരുമണ്ണിലാണ്. അപ്പോൾ അത് ദിലീപിന്റെ കയ്യിൽ കുറെ കഥകളുണ്ട്. ഈ കഥകളുടെ ഒരു അക്ഷയ കനിയാണ് ദിലീപ് കുമാർ. അപ്പൊ ഈ കഥകളൊക്കെ ഒഴുക്കി വിടൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നിരീക്ഷിക്കുമ്പോഴൊന്നും ഈ കഥ പറയാൻ പറ്റില്ല. നിരീക്ഷണത്തിനപ്പുറം പോകുന്ന ചില കഥകൾ. ദിലീപിന്റെ ഓർമ്മയെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ കണ്ടു നിൽക്കുകയും ചെയ്യും. വളരെ കൃത്യമാണ്, ഷാർപ്പാണ്. ഓർമ്മയായി ഈ മനുഷ്യൻ അല്ലേ എന്നാണ് ആലോചിച്ചത്. ഇന്നലെ ഇലക്ഷൻ ഡിബേറ്റില് ഞങ്ങളൊരു കാര്യം ചർച്ച ചെയ്യുന്നു, ഡീൽ ഓർ നോ ഡീൽ. അപ്പോൾ ഇന്നലത്തെ ദിവസം കൊണ്ട് നമ്മൾ വിചാരിച്ചു ഡീലിന്റെ പ്രശ്നം അവസാനിക്കും. എന്നാൽ ഇന്ന് കണ്ടത് മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പിനെ ചൂട് പിടിപ്പിച്ചു ഡീൽ ആരോപണം, വാക്പോര് കനത്തു. പിണറായി വിജയനും VD സതീശനും ഡീലിന്റെ കാര്യത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് ആരോപണത്തിന് നിയമവും കോലീബിയും പരാമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇന്ന് മറുപടി കൊടുത്തു. BJPക്ക് MLA-മാരെ ഉണ്ടാക്കി കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഡീലാണ് പിണറായിയും അമിത്ഷായും തമ്മിലുള്ളതെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിക്കുകയും ചെയ്തു. അതേസമയം ഡീല് CPI-ഉം കോൺഗ്രസും തമ്മിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പ്രതികരിച്ചതും ശ്രദ്ധേയമായി. നേതാക്കളുടെ പ്രതികരണങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. ഡീലും നോ ഡീലും ഇന്ന് അതിശക്തമായി 3 മുന്നണികളിൽ നിന്നും ഉയർന്നു കേട്ടു. എന്തായിരുന്നു കോലീബി സഖ്യം? വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, പാർലമെന്റിൽ ഒരു സീറ്റ്, അസംബ്ലിയിൽ ഒരു സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും BJPയും UDFനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ലേ? ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. BJPക്ക് 4-5 MLA-മാരെ ഉണ്ടാക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CPM-നെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള അവിശുദ്ധമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട്, അത് UDF അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടിയുള്ള മാർഗമാണ്. ഇത് ഉന്നത തലത്തിൽ മോഡിയും അമിത്ഷായും പിണറായി വിജയനും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ്. ഡീല് CPM-ഉം കോൺഗ്രസ് തമ്മിലാണ്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറിയിലും ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്ന ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ. അങ്ങനെ
ഇപ്പോൾ ഒരു പുതിയൊരു നാടകം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാത്രം CPM-ഉം കോൺഗ്രസും നാടകം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ അലയൻസ് എന്തുകൊണ്ട് CPM-നെ പുറത്താക്കുന്നില്ല? അങ്ങനെ രാഹുൽ ഗാന്ധിജി CPM, കോൺഗ്രസ്, BJP-ന്റെ B ടീമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ അലയൻസിൽ നിങ്ങൾ അവരുടെ ഒരുമിച്ച് മത്സരിക്കുന്നത്? ഈ ഡീലിന്റെയും നോ ഡീലിന്റെയും കാര്യത്തിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഷഫീദ്, ഇന്ന് അതിശക്തമായി പോർമുഖം തുറന്നു ഈ ഡീലിന്റെ കാര്യത്തിൽ 3 മുന്നണികളും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഒരൊറ്റ വിഷയത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സെറ്റ് ഓഫ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനും അതേപോലെ ഭരണപക്ഷത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കാൻ. അതിലേറ്റവും പ്രധാനം നമ്മൾ കണ്ടതാണ് ഈ സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു, അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉണ്ടായിരുന്നു, ലൈഫ് മിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ ഒരൊറ്റ രാഷ്ട്രീയ ആരോപണത്തിലാണ് ചുറ്റിത്തിരിയുന്നത്. അത് CPM BJP ഡീൽ എന്ന ആരോപണമാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൊടുത്തുവിട്ടു. ഇപ്പോൾ അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ഈ ഡീൽ വിവാദത്തിൽ മറുപടി പറയാൻ സമയമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇന്നത്തെ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് 2016 നിയമത്തിൽ നിന്നും BJP നിയമസഭയിൽ എത്തിയത് കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണ്. കോലീബി സഖ്യം നാം മറന്നിട്ടില്ലല്ലോ. അന്ന് ആ രഹസ്യ നീക്കം പുറത്തറിഞ്ഞതുകൊണ്ട് ജനം നല്ല രീതിയിൽ ഇടപെട്ടു. അന്ന് ആ നീക്കം വിജയിച്ചില്ല. എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നൊക്കെ വളരെ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം VD സതീശനിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആരോപണം ഇന്ന് മറ്റ് നേതാക്കൾ കൂടി ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചെന്നിത്തല അടക്കം ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ ഓർമ്മിപ്പിച്ചത് ഈ ജനസംഘം ഉൾപ്പെടെ ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച 1977 തെരഞ്ഞെടുപ്പ് ഓർമ്മിച്ചുകൊണ്ടാണ് ഡീൽ വിവാദം, ഇപ്പോഴത്തെ ഡീൽ വിവാദവുമായി അത് കണക്ട് ചെയ്യുന്നത്. ഇനി BJP-യെ സംബന്ധിച്ച് BJP ഒരു തരത്തിലും അത് ഓൺ ചെയ്യുന്നില്ല. ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹവും പറയുന്നു ഡീൽ ആരോപണം നാടകമാണ്. അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസിനും CPM-നും BJP-യാണ് ഒറ്റ ശത്രു. BJP എതിർക്കാൻ വേണ്ടി ഇരുവരും ഒരുമിച്ച് കൈകോർക്കുന്നു. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറും പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറി BJP CPM ഡീലിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ വിവാദ വിഷയമായി ഇത് ചർച്ചയാകും. മാത്രവുമല്ല ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ UDF തയ്യാറല്ല. UDF ഇന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ന് കേവലം പാലക്കാടിനപ്പുറം മറ്റു ചില മണ്ഡലങ്ങൾ കൂടി സജീവമാക്കാൻ ശ്രമിച്ചിരുന്നു. കാസർഗോഡും മഞ്ചേശ്വരത്തും കോന്നിയിലും റാന്നിയിലും ഒക്കെ ഡീൽ എന്ന ആരോപണം സജീവമാക്കാനുള്ള ശ്രമം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എന്തായാലും നാളെയും നമുക്ക് ഈ രീതിയിൽ ഡീൽ വിവാദത്തിൽ ചർച്ച പ്രതീക്ഷിക്കാം. താങ്ക് യു ഷഫീദ് റാവുത്തർ. ദിലീപ് കുമാർ, നമ്മുടെ മുകേഷ് അവതരിപ്പിച്ച പരിപാടി ഡീൽ ഓർ നോ ഡീൽ അല്ലാതെ മറ്റെന്തെങ്കിലും കഥ കയ്യിലുണ്ടോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്? ഡീലിന്റെ കഥ അല്ല, ഈ ഡീലിന്റെ കഥ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി ചർച്ച ചെയ്തു. പുതിയ കഥ എന്തെങ്കിലും കിട്ടി? അതായത് കേരളത്തിലെ ഈ ഡീലുമായി ബന്ധപ്പെട്ടുള്ള വലിയ കഥ കോലീബി സഖ്യം തന്നെയാണ് 91-ലെ. അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടവർ തന്നെ അവരുടെ ആത്മകഥകളിലൊക്കെ ഈ കാര്യം എഴുതുകയും ചെയ്തിരുന്നു. KG മാരാരെ കുറിച്ച് മാധ്യമപ്രവർത്തകനായ K കുഞ്ഞിക്കണ്ണൻ എഴുതിയ പുസ്തകത്തിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നു. പിന്നീട് ഇതിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് കേരളത്തിൽ ആദ്യമായി കോൺഗ്രസ് ലീഗ് BJP എന്ന് പറയുന്ന ആ കോലീബി സഖ്യത്തിന്റെ പിറവി 91-ലായിരുന്നു. കുറച്ച് BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, പകരം മറ്റു മണ്ഡലങ്ങളിൽ BJP-യുടെ വോട്ട് കോൺഗ്രസിന് കൊടുക്കാം. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുകയായിരുന്നു. വടകര പാർലമെന്റ് സീറ്റിൽ അഡ്വക്കേറ്റ് M രത്നസിംഗ്, അദ്ദേഹം മുൻ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു, മുതിർന്ന അഭിഭാഷകനായിരുന്നു, അദ്ദേഹത്തെ പിന്തുണയ്ക്കുക. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഡോക്ടർ VK മാധവൻകുട്ടിയെ പിന്തുണയ്ക്കുക. ഇതായിരുന്നു അന്നത്തെ കരാർ. ഇതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്ത് KG മാരാർ, തിരുവനന്തപുരം ഈസ്റ്റിൽ K രാമൻപിള്ള, തിരുവനന്തപുരം ലോക്സഭയിൽ O രാജഗോപാൽ എന്നിവരെയും വിജയിപ്പിക്കുക എന്ന കരാറായിരുന്നു. പക്ഷേ ബേപ്പൂരിലൊഴിച്ച് മറ്റെല്ലായിടത്തും ഇത് പാളി. ബേപ്പൂരിൽ മാത്രം ലീഗിൻ്റെ കുറച്ച് വോട്ട് കിട്ടിയെന്ന് ഡോക്ടർ VK മാധവൻകുട്ടി പിന്നീട് പറഞ്ഞു. കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തില്ല. BJP-യുടെ വോട്ടാകട്ടെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അന്ന് ലഭിക്കുകയും ചെയ്തു എന്നാണ് ഈ ആത്മകഥയിലൊക്കെ നേതാക്കൾ പറഞ്ഞു. കോലീബി സഖ്യം അന്ന് പൊളിഞ്ഞു. ഇനി മേലിൽ ഇങ്ങനെ ഒരു ഉറപ്പ് ലഭിക്കാതെ, അതും ഉറപ്പ് പരസ്യപ്പെടുത്താതെ ഒരു കരാറിൽ ഒരു ധാരണ ഇനി വേണ്ട എന്ന് അന്ന് സംസ്ഥാന BJP നേതൃത്വം തീരുമാനിച്ചു. പുതുതായി എന്ന് BJP-യുടെ സംഘടനാ ചുമതലയിലേക്ക് വന്ന PP മുകുന്ദനായിരുന്നു അന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തെ. അപ്പോൾ അദ്ദേഹം കൂടി അറിഞ്ഞുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തെ കൊണ്ടൊക്കെ ഇക്കാര്യത്തിൽ അന്ന് ഗോവിന്ദാചാര്യയെ കൊണ്ട് ഇത് അനുമതി വാങ്ങിയെടുക്കുന്നത് O രാജഗോപാലായിരുന്നു എന്നൊക്കെ PP മുകുന്ദൻ പിന്നീട് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അതായിരുന്നു സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു ധാരണയായി പിന്നീട് വന്നത്.
SKN ഇപ്പോൾ നമ്മൾ ഈ ഡീൽ വിവാദത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതിന് ഇപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ. അപ്പോൾ ഈ കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഒരു അജണ്ട UDF സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞും വിശദീകരണം നൽകിയും രംഗത്ത് വരേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോൾ തുടങ്ങിയത് KC വേണുഗോപാൽ ആണെങ്കിലും ഇന്ന് VD സതീശൻ കുറച്ചുകൂടി സ്പെസിഫിക് ആവുകയാണ്. അതായത് മണ്ഡലങ്ങളുടെ പേര് പറയാം. ഇപ്പോൾ കാസർഗോഡ്, മഞ്ചേശ്വരം, അതുപോലെ പാലക്കാട്, റാന്നി, കോന്നി, ഈ മണ്ഡലങ്ങൾ പറഞ്ഞു. 10 പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഏറ്റുമാനൂരടക്കം 6 മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞു. മാത്രമല്ല ഇന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. ഇപ്പോൾ പൂരം കലക്കി അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി. പിന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 300 കോടി രൂപയുടെ തട്ടിപ്പിൽ ഒരു ED അന്വേഷണം പറഞ്ഞു. അപ്പോൾ VD സതീശൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് മാധ്യമർ, നിങ്ങളല്ലേ വാർത്ത കൊടുത്ത് ED വന്ന് പിടിമുറുക്കുന്നു, എന്നിട്ട് പിടിമുറുക്കിയില്ല. എന്താ കാര്യം? തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ആ പിടിമുറുക്കൽ മാറി. ഇങ്ങനെ തുടങ്ങി കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഇതാണ് ഞങ്ങളുടെ ആരോപണം, ഇങ്ങനെ അതിലേക്ക് പോയിന്റ് ചെയ്യുകയാണ് VD സതീശൻ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ദിലീപ് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈ പറയുന്ന പല പിന്നെ പുസ്തകങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുള്ള കോലീബി സഖ്യത്തെ കുറിച്ചാണ്. മാത്രമല്ല VD സതീശനോട് ചോദിച്ചു ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ വെച്ചാൽ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അജണ്ട ഉടനെ വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. VD സതീശൻ ഇന്ന് ഈ തൃശ്ശൂർ മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഡീൽ എന്ന് പറയുന്ന കാര്യം ഒന്നുകൂടി സെറ്റ് ചെയ്യാനേ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിന്റെ രണ്ടാം ഭാഗത്തിൽ തന്നെ അത് കൃത്യമായി പൊളിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരുവന്നൂരിന്റെ കാര്യം പറയുന്നുണ്ട്, പൂരം കലക്കലിന്റെ കാര്യം ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനം. BJPക്ക് ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥി, ഒരു കാൻഡിഡേറ്റ് അവിടെ നിന്ന് വിജയിപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം BJPയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിക്കുമ്പോൾ കുറഞ്ഞ വോട്ടുകൾ ആരുടേതാണ് എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി കോൺഗ്രസിന്റേതാണ്, UDFന്റേതാണ്. അപ്പോൾ CPIM-ഉം BJPയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ കുത്തനെ എങ്ങനെ കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമാത്രമല്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ സുരേഷ് ഗോപിയെ കണ്ട് ഞങ്ങളുടെ ആളുകളൊക്കെ വോട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിച്ച കോൺഗ്രസ് നേതാക്കൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് ചരിത്രം. മാത്രമല്ല ഇപ്പോൾ ഗോപി പറഞ്ഞതുപോലെ VD സതീശൻ ഇന്ന് നടത്തിയ ആ പ്രതികരണത്തിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിനോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്നും നേരെ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ BJP ജയിക്കും എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാകുന്നതോടുകൂടി ആളുകൾ കൂട്ടത്തോടെ ന്യൂനപക്ഷ വോട്ടുകൾ LDFിലേക്ക് പോയി എന്നുള്ളതാണ് VD സതീശന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളല്ല, അത് BJP വിരുദ്ധ വോട്ടുകൾ അപ്പോഴും BJP വിരുദ്ധ വോട്ടുകൾ ആദ്യം ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് BJP വിരുദ്ധ വോട്ടുകൾ, ശരി, BJP വിരുദ്ധ വോട്ടുകൾ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ LDFിലേക്ക് പോയി എന്നും ഇതേ VD സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഡീല് അവിടെ നടന്നു എന്നുള്ളത് VD സതീശൻ പറയുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ്. പാലക്കാടുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് SKN. എന്തായാലും പാലക്കാട് മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ ജില്ലയിൽ കോൺഗ്രസിന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റാണ് പാലക്കാട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ടായിരുന്നു കോൺഗ്രസിന്. ആദ്യഘട്ടത്തിൽ BJPയുടെ നെക്ക് ടു നെക്ക് ഫൈറ്റ് ചെയ്ത് ഷാഫി പറമ്പിൽ വിജയിച്ചിടത്തു നിന്നും ഭൂരിപക്ഷം വളരെയധികം വർദ്ധിപ്പിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലമാണിത്. മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ കോൺഗ്രസ് MLAക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയാണല്ലോ രമേശ് പിഷാരടി അവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ പറയട്ടെ SKN. അപ്പോൾ പാലക്കാടുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ആദ്യത്തെ ആരോപണം? ഏറ്റവും ദുർബലനായ ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ LDF അവിടെ ഇറക്കിയിരിക്കുന്നു, BJP ജയിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി റസാഖ് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് BJPക്ക് ജയിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നു എന്നുള്ളതായി രണ്ടാമത്തെ ആരോപണം. അതായത് പെട്ടെന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി അല്ല അദ്ദേഹം എന്നുള്ളത് പിന്നീട് വരുന്ന ചർച്ചകളിൽ നിന്നും ക്ലിയർ ആകുകയും അതിന് പിന്നാലെ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുകയാണ്. റസാഖിനെ കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് നടന്നല്ലോ. കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ല, NMR റസാഖിനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി അല്ലാന്ന് പിന്നീട് ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണെങ്കിൽ ഗോപി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലിയർ ആയതെന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ സംശയമാണ്. അസിത പ്രേക്ഷകരോട് പറയണല്ലോ, അങ്ങനെ ക്ലിയർ ആയ സ്ഥിതിക്ക് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പാലക്കാട് കൃത്യമായി ഗ്രൗണ്ട് ഉള്ള ആളാണെന്നും ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് വ്യവസായ അസോസിയേഷന്റെ ഒക്കെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ആളാണെന്നും എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം
കോൺഗ്രസ് നേതാക്കളുമായി പോലും വളരെ അടുത്ത ബന്ധം റസാക്കിനുണ്ട് എന്നുള്ളതും റസാക്കിന്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയാകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും അറിയാത്ത ആളാണ് എന്നുള്ള പ്രതികരണം വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ പോലുള്ള മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് CPM മത്സരിപ്പിക്കേണ്ട ആളാണോ? ഞാൻ പറയട്ടെ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിടത്തു നിന്നും ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ ശക്തിയുള്ള സ്ഥാനാർത്ഥിയായി എന്തായാലും ഇപ്പോൾ റസാഖ് മാറിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ അദ്ദേഹം സ്വാധീനിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതോ ഈ റസാഖ് എന്നുള്ള പേര് കണ്ട് ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണ് എന്നാണോ ഇവർ ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്? CPM-നാണ് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് പാലക്കാട് കണക്കുകൾ നോക്കും. അതെ അതിനകത്ത് റസാഖ് വന്നിറങ്ങിയതുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പറയേണ്ട കാര്യമില്ല. അതിലെ കണക്കെന്താണ് കഴിഞ്ഞ അതായത് അസിത പറഞ്ഞത് NMR റസാഖ് വന്നതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ എങ്ങനെ വരും? അങ്ങനെയല്ല. അല്ല പിന്നെ അല്ല NMR റസാഖ് നിർത്തിയതിന് CPM പറയുന്ന ന്യായമാണ് ഞങ്ങൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ. സമാനമായ ആരോപണം ന്യൂനപക്ഷ സമുദായാംഗമല്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ VS സുനിൽകുമാറിനെയൊക്കെ പോലെയുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ സുരേഷ് ഗോപിയും പത്മജ വേണുഗോപാലും മത്സരിക്കുന്നിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് CPIക്ക് ആത്മാർത്ഥതയില്ല, LDFന് ആത്മാർത്ഥതയില്ല എന്നൊക്കെ അന്ന് വലിയ വിമർശനം വന്നതാണ്. പക്ഷെ അവസാനം റിസൾട്ട് വന്നപ്പോൾ എന്തായി? അന്ന് P ബാലചന്ദ്രൻ ഈ മണ്ഡലത്തിന് പുറത്തൊന്നും അങ്ങനെ അറിയപ്പെടുന്ന ഒരാളുമായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയ കാരണം അറിയാം, ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് അവിടെ സജീവമാണ്. കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. കുറച്ചുകൂടി അടക്കി പിടിച്ച് പറഞ്ഞ എന്റെ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ ഈ ബാലചന്ദ്രൻ അന്ന് ASFന്റെ ഒരു ലീഡറും CPIയിൽ തന്നെ വളരെ സമുന്നതനായ തൃശ്ശൂർ ഏരിയയിലെ ഒരു നേതാവ്. ബാലചന്ദ്രനെ ആരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന് പുറത്തേക്കാണ്. തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ആള് തന്നെയാണ്. അല്ല, ദിലീപ് പറയാൻ വന്നത് എന്താണ്? അതെ, അത് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും നിർണ്ണയിക്കുന്നതുമൊക്കെ പല ഘടകങ്ങൾ കണക്കിലെടുത്തായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കും. നാമനിർദ്ദേശ സമർപ്പണം കഴിഞ്ഞ സ്ഥിതി ഇനിയിപ്പോ അവരൊക്കെ സ്ഥാനാർത്ഥികളാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ ഏറ്റവും ദുർബലനായ ഒരു വോട്ടും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന പ്രചരണത്തിൽ നിന്നും ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്നതിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ റസാഖിന് അപ്പോൾ അവിടെ എന്തൊക്കെയോ സ്വാധീനമുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ആളുകൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ സമീകരിക്കും റസാഖ് എന്നുള്ളത് എന്റെ വെർഷൻ അല്ല ഗോപി, അത് പൂർണ്ണമായും തെറ്റാണ്. ഞാനല്ല അങ്ങനെ പറഞ്ഞത്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വാദമാണത്. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി BJP ജയിപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടിയുണ്ട് സ്കേൻ, രമേശ് പിഷാരടിയുടെയും റസാഖിന്റെയും രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഒരാൾ മറ്റേയാളെക്കാൾ ഭേദമാണെന്ന് പറയാനില്ല. രമേശ് പിഷാരടി ഒരു അഭിനേതാവാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായി നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അപ്പോൾ ആ നിലയിൽ ഒരു ഫേസ് രമേശ് പിഷാരടിക്ക് കേരളത്തിലുടനീളമുണ്ട്. പക്ഷേ റസാഖിന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് അവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തിബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആ നിലയിൽ വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും ഞാൻ അതാണ് SKN പറഞ്ഞത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരും. അന്നും നമ്മൾ ഞാൻ റസാഖ് ജയിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ജയിക്കുമോ പരാജയം അത് നമ്മൾ പറയാൻ ആളല്ല. ഞാൻ പറഞ്ഞതല്ല. നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും അക്കൗണ്ടബിലിറ്റി വേണ്ടി വരും. കാരണം നമ്മൾ ഇതേ ചാനലുമായിട്ട് ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ദിവസവും നമ്മൾ നിൽക്കും. റസാഖ് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നതിനെ കുറിച്ചല്ല ഇതിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ നിന്ന മണ്ഡലങ്ങളിലെല്ലാം കാര്യമായി വോട്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പാലക്കാട് പോലുള്ള പ്രസ്റ്റേജ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയുടെ ലെവലിലേക്ക് ഇദ്ദേഹം ഉയരുമെന്ന റസാഖും എത്തിയിട്ടില്ല, രമേശ് പിഷാരടിയും എത്തിയിട്ടില്ല. കോൺഗ്രസ്സുകാരുടെ തലവേനയല്ലേ അത്? എന്റെ ചോദ്യം അല്ല, രമേശിനെ നമുക്ക് സെപ്പറേറ്റ് ചർച്ച ചെയ്യാം. അതല്ല, CPMന്റെ ഈ റസാഖിന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഡീൽ എന്നുള്ള ആരോപണത്തിലാണ്. അത് KC വേണുഗോപാൽ തുടങ്ങി പ്രതിപക്ഷ നേതാവിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ഇലക്ഷൻ നറേറ്റീവാണ്. ഇനി ഇലക്ഷന് ഇന്നേക്ക് 17-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്.
കൃത്യം 15 നാളുകൾ മാത്രമാണ് പരസ്യ പ്രചരണത്തുള്ളത്. SKN 5 വർഷം മുൻപുള്ള ഇതേപോലൊരു സമയം എനിക്ക് ഓർമ്മയിലുണ്ട്. ആ സമയത്ത് കോവിഡ് സമയമാണ്, കോവിഡിന്റെ വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. ഓൾ ഓഫ് എ സഡൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമില്ലാതെ പ്രൊവോക്കേഷൻ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പടയുന്നൊരു സാധനം വന്ന് വീഴുന്നു. എന്തായിരുന്നു ആ സാധനം? അതായത് ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, ഈ പറയുന്ന ആ നറേറ്റീവ്, ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ എന്തോ വിഴുങ്ങാൻ പോകുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നു. ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള കമ്മ്യൂണൽ കോളേജ് കൊടിയേരി നടത്തുന്നു. അതിനെ തുടർന്ന് SKN ഒരു എം എം ഹസൻ പ്രതികരിച്ചു, എന്തൊക്കെയോ പറഞ്ഞു, രമേശ് ചെന്നിത്തല എന്തൊക്കെയോ പറഞ്ഞു, ലീഗ് നേതൃത്വം ആകെ പതറി. അതിനെ തുടർന്ന് 2 ആഴ്ച ഈ പറഞ്ഞ ചർച്ചയിൽ കെട്ടുപിടഞ്ഞ കേരള രാഷ്ട്രീയം നമ്മൾ കണ്ടതാണ്. SKN അന്ന് കേരളത്തിന്റെ ആ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ നറേറ്റീവ് സെറ്റ് ചെയ്ത ആരാണ്? LDF ആണ്, CPM ആണ്. ഇന്ന് കേരളത്തിൽ ഇലക്ഷൻ സെറ്റ് ചെയ്യുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കോൺഗ്രസ് ആണ് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പം UDF VD സതീശനും ഒക്കെ ഇങ്ങനെ ഒരു നരേറ്റീവ് സെറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവര് കയറി കൊത്തിയത് എന്തിനാ? അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ നറേറ്റീവ് വിജയം കാണുന്നുള്ളതാണ്. അത് അഡ്വാൻറ്റേജ് UDF ആണ്. ഞാൻ പറഞ്ഞ കാരണം എന്താ അറിയോ? ഇന്നിപ്പോ ഞാൻ കരുതി ആ സാധനം ഇപ്പം എന്താണ് VD സതീശൻ നുണ പറയുന്ന ആളാണ് എന്ന് കരുതി ചാപ്പകുത്തി നുണേശൻ എന്ന് പറഞ്ഞ പ്രൊപ്പഗണ്ടയിൽ തട്ടി വിടും എന്നാണ് ഞാൻ കരുതിയത്. ഉണ്ടായത് അങ്ങനെയല്ല. ഉണ്ടായത് എല്ലാ നേതാക്കളും പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി ആ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പഴയതാണ് പറയുന്ന കോലീബി. ഇപ്പം 3-14 കാലമാണ് SKN. ഈ കോലീബിയും ജനതാ പാർട്ടിയൊക്കെ അത്ര വർഷം പഴക്കമുള്ള കാര്യമാണ്. അതൊക്കെ വെച്ച് പ്രതികരിക്കുമ്പോൾ വീണ്ടും ആ നറേറ്റീവിൽ കൂടുതൽ സജീവമാവുകയാണ്. അത് UDFന് പിന്നെയും ആവേശം പകരുന്നുണ്ട്. പിന്നെയും അതിശക്തമായ രീതിയിൽ ഈ ആരോപണങ്ങൾ അവിടെ ആവർത്തിക്കുകയാണ് VD സതീശൻ. ഉറപ്പായും ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷനിൽ വർക്കൗട്ട് ആവാനുണ്ട്, ഒരുപാട് കാര്യം പ്രചരണത്തിലാവുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ഡീലിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് ചർച്ച പോകുന്നത് നല്ലതല്ല എന്ന നിലപാട് തന്നെയാണ് ഞാൻ. പക്ഷേ ഈ പാലക്കാട് ഈ പറയുന്ന പോലെ അവിടെ SKN അവിടെ എന്ത് പറഞ്ഞാലും സംബന്ധിച്ചിടത്തോളം ഇതാണോ ഏറ്റവും വലിയ പ്രയോറിറ്റി? നോ SKN, നോ. നാടിന്റെ വികസനമാണോ അല്ല അല്ലെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്ന ഭാവിയിലെ പ്രവർത്തനങ്ങളാണോ SKN? അല്ല, ഇതാണോ പ്രയോറിറ്റി? SKN അല്ലല്ല. പക്ഷേ ഈ പാലക്കാട് എന്ന് പറയുന്നത് അവരുടെ നിർണായക സീറ്റാണ്. ബാക്കി സ്ഥലങ്ങൾ നിർണായക സീറ്റാണ്. പാലക്കാട് ഏതെങ്കിലും തരത്തിൽ രമേശ് പിഷാരടിക്ക് അനുകൂലമായി വരേണ്ട UDF വോട്ടുകൾ സ്പ്ലിറ്റായി പോവുക എന്ന് പറയുന്നത് UDFന് അചിന്ത്യമാണ്. റസാഖിനെ നിർത്തുന്നത് അത് സ്പ്ലിറ്റ് ചെയ്യാനാണ് എന്ന് UDF വിശ്വസിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ റസാഖ് ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല, അവർ കരുതുന്നില്ല. അത്തരത്തിൽ ആ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവാതിരിക്കാൻ കൊണ്ടുവരുന്ന വളരെ കൃത്യമായ ഷാർപ്പായ ബ്രില്യൻ നറേറ്റീവ് തന്നെയാണ് അവിടെ കൊണ്ടുവരുന്ന SKN. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ റാന്നി, ഈ പറഞ്ഞ കോന്നി, ഈ പറഞ്ഞ തൃപ്പൂണിത്തുറ, ഈ പറഞ്ഞ ഏറ്റുമാനൂർ, ഈ പറഞ്ഞ കുന്നംകുളം BJPക്ക് കോർ ബേസ് വോട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും എന്തുകൊണ്ട് BJP മത്സരത്തിൽ നിന്ന് പിന്മാറി, സ്ഥാനാർത്ഥി ഇല്ലാതെ പിന്മാറി? എന്തുകൊണ്ട് ദുരൂഹ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു സ്വാധീനം 2020 നിർത്തുന്നു എന്നതിന്റെ കൃത്യമായ മറുപടി വരേണ്ടത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോഴും ഞാൻ പറയുന്നത് SKN ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനെ എന്താണ്, അതായത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ SKN അവിടെ മാത്രമല്ല, മഞ്ചേശ്വരത്ത് ഡീലാരോപണമുണ്ട്, കാസർഗോഡ് ഡീലാരോപണമുണ്ട്, പാലക്കാട് ഡീലാരോപണമുണ്ട്. ഇവിടെയൊക്കെയും ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ആരോപണം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ NMR റസാഖിനെ നിർത്തിയാൽ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുമോ? അത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കാനാണോ? അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം, ന്യൂനപക്ഷ വോട്ട് ഏകീകരണം? ഇത് നമ്മൾ കഴിഞ്ഞ കാലം കേൾക്കുന്നതാണ് SKN. ഇത് ന്യൂനപക്ഷ വോട്ടുകൾ കേരളത്തിൽ ഇപ്പൊ റസാഖ് അവിടെ മത്സരിക്കുന്നു. അപ്പൊ ഇങ്ങനെ, കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു നാമധാരി ആയതുകൊണ്ടൊക്കെയാണല്ലോ ഇങ്ങനെ ആളുകൾ ഇതൊക്കെ പറയാൻ കാരണം. നമ്മുടെ കഴിഞ്ഞ കാല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ലോക്സഭ ഇതിൽ പരിശോധിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം വോട്ടേഴ്സിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടോ? SKN ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. എന്ന് പറഞ്ഞാൽ SKN അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് വോട്ട് സ്പ്ലിറ്റ് ആവലും അത് സ്ഥാനാർത്ഥിയുടെ പരാജയ ജയകാരണം ഒക്കെ ആയിട്ടുണ്ട്. SKN ഒരു കാര്യം വളരെ വ്യക്തമായും വളരെ ഭംഗിയായും പറയാം. SKN ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മുസ്ലിം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ കൂട്ടമായി വോട്ട് ചെയ്യും എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുസ്ലിം ധ്രുവീകരണം ഉണ്ടാകുമെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പറ്റി അറിയാത്തവരാണ്, അത് പഠിക്കാത്തവരാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം കമ്മ്യൂണൽ അല്ല, അവരുടെ വോട്ട് പൊളിറ്റിക്കൽ വോട്ടാണ്. ഏതെങ്കിലും പച്ചലി നാട്ടിക്കാണിച്ചാൽ അതിന് പിന്നാലെ പോകുന്ന ആട്ടിൻകൂട്ടം അല്ല കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ചിന്തയുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ വരും, അല്ലെങ്കിൽ ഇന്നയാളെ പരാജയപ്പെടുത്താം, അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം വില കുറച്ച് കാണുന്നവരാണ്. അതിലുപരി ആ സമുദായത്തെ അങ്ങേയറ്റം വില കുറച്ച് കാണുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്താൽ പിന്നാലെ കടിക്കാൻ വരുന്ന ആട്ടിൻകൂട്ടങ്ങളാണെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് തെറ്റായതാണ് SKN. തർക്കമില്ല, നോ ഡൗട്ട്. അപ്പോൾ ദിലീപ് കുമാർ, SKN ഇത് നേരത്തെ ഹാഷ്മി പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുകളിൽ ഈ നറേറ്റീവ് സൃഷ്ടിക്കുക എന്നത് ഇടതുമുന്നണിയാണ്, പ്രത്യേകിച്ച് CPM ആണ്. അത് നേരത്തെ നമുക്കറിയാം, EMSന്റെ കാലം മുതൽ തന്നെ അന്ന് ഗൾഫ് യുദ്ധമുണ്ടായപ്പോൾ സദാം ഹുസൈൻ ആ യുദ്ധമുണ്ടായ കാലത്തും ഇവിടെ കേരളത്തിലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ
പ്രചരണായുധം സദ്ദാം ഹുസൈൻ ആയിരുന്നു. സദ്ദാം ഹുസൈന്റെ ചിത്രമൊക്കെ വെച്ചുള്ള ഞങ്ങൾ സദ്ദാമിനൊപ്പം എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാന അജണ്ട സെറ്റ് ചെയ്യുക, അതിന്റെ തുടർച്ചയാണ്. ഇപ്പൊ കോലീബി ആരോപണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ അങ്ങനെ അലയടിക്കുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധം എന്ന് പറയുന്നത് CPIM-നെ സംബന്ധിച്ച് അത് UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധമായിരുന്നു. അതിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ കംപ്ലീറ്റായി പോയി എന്നറിഞ്ഞതിന് ശേഷം CPIM-നെ സംബന്ധിച്ചൊരു നിലപാട് മാറ്റം ഏതായാലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി UDF-നെ വിഴുങ്ങാൻ പോകുന്നു എന്ന തരത്തിൽ തുടക്കത്തിൽ ചില നേതാക്കൾ ആ നിലയിലുള്ള പ്രചാരണം നടത്തിയെങ്കിലും ഇപ്പോഴങ്ങനെയുള്ള പ്രചാരണം LDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ LDF-ന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ആവർത്തിക്കുന്ന ഒരു സാധനം ഇപ്പോൾ UDF നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇതാണ് ചർച്ച. ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി ഇതുതന്നെയായിരിക്കും ചർച്ച. CPIM-നെ സംബന്ധിച്ച് വികസനം, കേരളത്തിൽ വികസനം നടപ്പാക്കിയിട്ടുണ്ട്. ആ വികസനത്തിൽ ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും ഇത്തവണ നടപ്പാക്കുക എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കിഫ്ബിയുടെയൊക്കെ പരസ്യം വ്യാപകമായി കൊടുത്തതാണ്. അങ്ങനെ അതായിരിക്കും പ്രചാരണ മുദ്രാവാക്യം, അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുക, അതിലൂന്നിയുള്ള പ്രചാരണം നടത്താം എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മുതൽ താഴെ ബ്രാഞ്ച് സെക്രട്ടറി വരെ ഈ കാര്യത്തിന്, ഈ BJP-യുമായുള്ള ഡീലിന്റെ കാര്യത്തിന് മറുപടി പറഞ്ഞ് സമയം കളയേണ്ട അവസ്ഥ. നേരത്തെ ചോദിച്ച പോലെ വേണമെങ്കിൽ അവഗണിച്ച് കളയാമായിരുന്നു. CPM ബലമായി സംശയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPM ബലമായി ശക്തമായി ഭയപ്പെടുന്നുണ്ട്. ഇത് അൺആൻസർഡ് ആയി പോയി കഴിഞ്ഞാൽ ഇത് താഴെത്തട്ടിൽ ഇത് വോട്ടർമാർക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രചരണമാകുമോ? അല്ല, അവർ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ പറയാൻ ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. അത് ഈ ഡീൽ ആരോപണമാണ്. ആ ഡീൽ ആരോപണത്തിന് മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവഗണിച്ചിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കാരണം ഇവരിങ്ങനെ ഒരു നരേറ്റീവ് അവതരിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാര്യം അവർ ഈ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്രയോ കാലമായി. അപ്പൊ ഇവരിത് അവഗണിക്കുന്നു, ഇതിൽ കയറി ഈ കൊത്തിയതാണല്ലോ പ്രശ്നം. ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കൊത്തിക്കുക എന്നുള്ളതാണല്ലോ ഇട്ട് കൊടുക്കുന്ന ആളിന്റെ ധർമ്മം എന്ന് പറയുന്നത്. കൊത്തിയില്ല എന്ന് വന്നിരുന്നെങ്കിൽ മനസ്സിലായി, സ്പെക്കുലേറ്റീവ് ആണ്. അല്ല, അങ്ങനെ കൊത്തിയില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ ചിലപ്പോൾ ഒരുപക്ഷെ ആവേശത്തോടുകൂടി ഇവർ ഈ കണക്കൊക്കെ പറഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകും. അവരെ സംബന്ധിച്ച് കൊത്തിയില്ലെന്ന് പറയുന്ന സാഹചര്യമുണ്ടോ? സ്വാഭാവികമായും നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ എന്ന് ചോദിക്കും, അതിനൊരു കൗണ്ടർ എടുത്തു പോകും. അതിൽ കൂടുതൽ മാത്രമല്ല ഗോപി, ഈ തെരഞ്ഞെടുപ്പിന്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ജേർണലിസ്റ്റ് ചിലപ്പോൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ കേരളത്തിലുണ്ട്. അത് അവഗണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതായത് ഈ ജേർണലിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒരുപക്ഷെ കാര്യം താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ആളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ അവതരിപ്പിക്കുന്നു. ചില വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയും കണ്ടു. ഇവിടെ ഈ ചോദ്യങ്ങളുടെ ഒരു മെറിറ്റ് എന്താണെന്ന് പറയാം. എസ് കെ ഇപ്പോൾ ഇന്നലെ ദിലീപേട്ടൻ പറഞ്ഞ പോലെ മുന്നണി മര്യാദ എന്ന ഒറ്റ മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല. അതിന് മറുപടി CPM അല്ല. എസ് കെ തൃപ്പൂണിത്തുറ പോലെ അവിടെ ക്ലാസ് മണ്ഡലത്തിൽ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിച്ച മണ്ഡലത്തിൽ അവിടെ BJP ഒരു സ്ഥാനം നിർത്തുന്നില്ല. കോന്നി പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31.1% വോട്ടും, നിയമസഭയിൽ 22% വോട്ടും വലിയ മുൻതൂക്കം ഉണ്ടാക്കിയ കോന്നി പോലെ ഒരു സ്റ്റാർ മണ്ഡലത്തിൽ അവരുടെ BJP സ്ഥാനാർത്ഥിയില്ല. റാന്നി പോലെ ഞാൻ പറഞ്ഞു പൂർത്തിയോടെ, റാന്നി പോലെ ഒരു ക്ലാസ് മണ്ഡലത്തിൽ BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. ഏറ്റുമാനൂർ പോലൊരു മണ്ഡലത്തിൽ BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. കുന്നമംഗലം പോലെ വലിയ വോട്ട് ഷെയർ അതിന് മുമ്പത്തെ വർഷം അപേക്ഷിച്ച് ഉയർത്തിയ മണ്ഡലത്തിൽ BJPക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. അങ്ങനെ BJPക്ക് കോർ വോട്ടുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തി അവിടെ പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാത്തത് എന്ന ചോദ്യം ഉത്തരമില്ലാതെ നിൽക്കുന്നിടത്തോളം കാലം ആ ആരോപണത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് സ്കെൻ ഇവിടെ CPM നേതാക്കൾ പ്രതികരിക്കുന്നതും. അത് അൺആൻസേർഡ് ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിനോട് പ്രതികരിക്കാൻ. അത് കൊത്തുക എന്ന് പറയാൻ ഈ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിനെ സഹായിക്കാനാണ് എന്നൊരു മറു നെറേറ്റീവ് വന്നാലോ? BJP NDA ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലോ വാദം. അപ്പൊ ഇവിടെ സ്വാഭാവികമായും കോൺഗ്രസ് പറയുമ്പോൾ CPIM-നെ സഹായിക്കാൻ എന്ന് പറയുന്നു. പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഊന്നി നിന്നാലേ കേരളത്തിൽ BJPക്ക് സാമാജികരെ കിട്ടൂ എന്നുള്ള ഒരു ചിന്ത ഞാനൊന്ന് പറയട്ടെ ആഷ്മി. കോവൂർ കുഞ്ഞുമോന്റെ RSP മാർക്സിസ്റ്റ് ലെനിനിസ്റ്റിന് ഈ കുന്നത്തൂർ മണ്ഡലത്തിൽ എത്ര പ്രവർത്തകരുണ്ടാവും കോവൂർ കുഞ്ഞുമോൻ അല്ലാതെ? കോവൂർ കുഞ്ഞുമോൻ മാത്രമുള്ള ഒരു സംസ്ഥാന കമ്മിറ്റിയാണ്, കോവൂർ കുഞ്ഞുമോൻ മാത്രമുള്ള ഒരു ഘടകമാണ്.
അപ്പൊ അത് എന്തുകൊണ്ടാണ് കോവൂർ കോവൂർ പോലാണോ? പറയട്ടെ, ഞാൻ പറയട്ടെ, കോവൂർ പോലാണോ? അല്ല, കോവൂർ പോലല്ല. ഘടകകക്ഷിയല്ലേ 2020 ഇന്നലെ വന്ന ഘടകകക്ഷിക്ക് കേരളത്തിന്റെ റാന്നി കൊടുക്കേണ്ട കാര്യം എന്താണ്? എന്റെ ഹാഷ്മി, ഈ അത് ബിജെപിക്ക് ജയിക്കാൻ കഴിവുണ്ട് എന്ന് മണ്ഡലത്തിൽ നിർത്തുകയാണ്. ആരാണ് നിർത്തുന്നത്? അഞ്ജലി നായർ. ആരാണ് നിർത്തുന്നത്? റാന്നിയിൽ ഒരു ബന്ധം 2020 സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തൃപ്പൂണിത്തുറയിലെ CPM ഏരിയ സെക്രട്ടറി നിർത്താൻ പറ്റും. ബിജെപി എന്തിനാ ആ മണ്ഡലങ്ങൾ പടിയടക്കാൻ പറ്റൂ? അല്ല, അവർക്ക് വോട്ട് ഷെയർ ഉള്ള മണ്ഡലത്തിൽ അങ്ങനെ പുനലൂർ എന്തിനാണ് ലീഗിന് കൊടുത്തത്? എത്ര പേരുണ്ട് മുസ്ലിം ലീഗിന്റെ അവിടെ പുനലൂർ? UDF എന്തിനാ കൊടുത്തത്? നിങ്ങളൊരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ ആ മുന്നണിയുടെ മര്യാദയുണ്ട്. ഈ ഘടകകക്ഷികൾക്ക് ഇപ്പൊ നമ്മൾക്ക് സ്വാധീനം വെച്ചല്ലോ പല മണ്ഡലങ്ങളും കൊടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ മുതൽ ആവർത്തിക്കുന്നത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് എത്ര കോൺഗ്രസ് ഞാൻ മുന്നണി മര്യാദ ഉണ്ടല്ലോ. ദിലീപ് പറഞ്ഞ മുന്നണി മര്യാദ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJP നയിക്കുന്ന മുന്നണിക്ക് അവർ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് അവരെ ഘടകകക്ഷി വിജയിപ്പിച്ചു വിടും. അങ്ങനെയാണ് മുന്നണി എന്ന് പറഞ്ഞാൽ സംവിധാനം ഇതല്ലേ? ഞാൻ സംവിധാനം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമായ മണ്ഡലങ്ങളിൽ BJPയുടെ മുകളിൽ വന്നു അവരുടെ വോട്ട് നില. ഈ ഘടകകക്ഷി മര്യാദ കൊണ്ടാണല്ലോ എനിക്ക് പ്രേമേന്ദ്രൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞ മുന്നണി മര്യാദ കൊണ്ടാണല്ലോ എനിക്ക് LDFന്റെയും CPM മുന്നണി മര്യാദ ഉണ്ടോ CPIയോട് കാണിക്കുന്നത്? നിങ്ങളൊരു മുന്നണിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ മുന്നണി മര്യാദ, കോളിഷൻ ധർമ്മ, അത് പാലിക്കാൻ എല്ലാ ദിലീപ് കുമാർ പറഞ്ഞ മുന്നണി മര്യാദ മറുപടി വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ പറയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ പറയാൻ പറ്റുന്നില്ല. മുന്നണി മര്യാദ ഒരു വാക്ക് RC പറഞ്ഞിട്ടില്ല. RC പറഞ്ഞ എന്താണ്? ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ നാണംകെട്ട പാർട്ടിയാന്ന് പറഞ്ഞു. ഏറ്റവും ക്ലവറായി മറുപടി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖറാണ്. കാരണം രണ്ടു കൂട്ടരും ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വളരെ ക്ലിയർ ആയിട്ട് കേരളത്തിന് പുറത്തേക്കുള്ള സാഹചര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതിന് മറുപടി ചോദിക്കുന്നത്. അതിൽ കൂടുതൽ എന്താണ് BJPക്ക് അതിൽ പറയാൻ കഴിയുന്നത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്ലവർ മറുപടി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. പിന്നെ ഈ മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ പല സ്ഥാനാർത്ഥികളുടെ കാര്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചിറയൻകീഴ് രമ്യ ഹരിദാസിനെതിരെ എത്ര വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അവിടെ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കരുത്. രമ്യ ഹരിദാസ് മുൻപ് മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളുടെ സാഹചര്യം നമുക്കറിയാവുന്നതല്ലേ. കോൺഗ്രസിൽ നിന്നും ആളുകൾ പരസ്യമായി ഇറങ്ങി പ്രതിഷേധിച്ചു രമ്യ ഹരിദാസിനെ കൊണ്ടുവരുന്നതിനെതിരെ. മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF കാൻഡിഡേറ്റായി മത്സരിച്ച അനൂപ് അതിൽ പ്രതിഷേധിച്ചത് ഇത്തവണ അവിടെ ചിറയൻകീഴിൽ NDA കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ആരെ സഹായിക്കാനാണ് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നത്? അത്തരം കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തെ മുൻനിർത്തി ഇത് അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് മറ്റേതല്ലേ എന്നുള്ള സംശയം സ്വാഭാവികമായും ചന്ദ്രശേഖർ പറഞ്ഞ മറുപടി, അതായത് പുറത്തല്ല നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലോ. അതായത് ശബരിമല മണ്ഡലം ഉൾപ്പെടുന്ന റാന്നിയിലെ 2020 കൊടുത്തിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമല്ല എന്ന് പറഞ്ഞതിന് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. എന്തിനാണ് അവിടെ സീറ്റ് കൊടുത്തത്? റാന്നിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ എന്ത് മറുപടി രാജീവ് ചോദിച്ചോട്ടെ? ഈ കോന്നിയിലോ അല്ലെങ്കിൽ റാന്നിയിലോ ശബരിമല വിഷയമാകില്ല എന്ന് ഏതെങ്കിലും ഒരു BDJS നേതാവോ ഏതെങ്കിലും ഒരു 2020 നേതാവോ എന്ന് പറഞ്ഞാൽ വിഷയമാകാതിരിക്കുമെന്ന് ഗോപി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറയും സ്വാഭാവികമായും ആരോപണമാർക്കെതിരെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല വിഷയമല്ല. സ്വാഭാവികമല്ലേ ആരോപണം അവർക്കെതിരെയാണ്. പക്ഷേ NDA പറയുന്നത് അസ്വാഭാവികമാണ്. റാന്നി എന്ന് പറയുന്ന ശബരിമല ഇരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രീതിയിൽ ശബരിമല വിഷയം ആചാര ലംഘനമൊക്കെ ആഞ്ഞുകത്തിയ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ NDA സ്ഥാനാർത്ഥി പറഞ്ഞ എന്താ സ്കേൻ? അവിടുത്തെ NDA സ്ഥാനാർത്ഥി പറഞ്ഞത് ഇപ്പൊ ഈ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ ഇവിടുന്ന് ഒരു ഹിന്ദു പോണ്ടേ എന്ന് ചോദിച്ച ശബരിമല വിഷയം ആഞ്ഞു കത്തിച്ച മണ്ഡലത്തിൽ ഇത്തവണ നിൽക്കുന്ന 2020 സ്ഥാനാർത്ഥി എന്ന് പറയുകയാണ് ഞങ്ങൾ ആരുടെയും മുഖത്ത് കരിവാരിത്തേക്കാനില്ല കേട്ടോ ശബരിമല വിഷയം ചർച്ച എടുത്തുണ്ട്. അതായത് ആ NDA സ്ഥാനാർത്ഥി T20 എന്നുള്ളതല്ല NDA സ്ഥാനാർത്ഥി അവിടെ ശബരിമല ഇല്ല എന്ന് പറയുകയാണ്. കാരണം അവര് പ്രതിരോധത്തിലാണ്, അത് സമ്മതിച്ചു. ശബരിമല വിഷയം CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണെന്ന് സമ്മതിച്ചു. പ്രതിരോധത്തിലാക്കാൻ സമ്മതിച്ചു. ടാക്ടിക്കൽ ആയിട്ടൊരു അപ്രോച്ചാണ് മുഖ്യമന്ത്രി നടത്തിയത്. കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല ഉയർന്നു വരാതിരിക്കുന്നതാണ് ഇടതുമുന്നണിക്ക് നേട്ടം. അപ്പൊ അദ്ദേഹം പറഞ്ഞ് നമുക്കൊന്നുകൂടെ കേട്ടാലോ.
ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. ദിലീപ്, ഇത് വളരെ ക്ലവറായിട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും. കാര്യം എത്ര മറച്ചു വെച്ചാലും അത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ഈ ശബരിമല ഈ സംഭവം അവഗണിക്കണം എന്ന രീതിയിൽ ആണല്ലോ ഈ നമ്മുടെ ഈ NDA സ്ഥാനാർത്ഥി പറയുന്നത്. അത് കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധ്യമാണോ? SKN ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യരുതെന്നാണ് SKN പറഞ്ഞതുപോലെ CPM-ൻ്റെയും LDF നേതാക്കളുടെയും ഒക്കെ ആഗ്രഹം. അത് നേരത്തെ ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ, അതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തോൽവി CPM-ൻ്റെയും LDF-ൻ്റെയും മുന്നിലുണ്ട്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റൊരു ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അത് വലിയ തോതിൽ പ്രതിഫലിച്ചു എന്ന് CPM നേതാക്കൾക്കും LDF നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതിരിക്കുക എന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതങ്ങനെ ചർച്ചയാവാതിരിക്കുന്നില്ല. UDF-നെ സംബന്ധിച്ച് ആ വിഷയമടക്കം ചർച്ച ചെയ്യും. ഇപ്പോൾ ഈ വിഷയത്തിൽ ഡീലിൽ ചുറ്റിക്കറങ്ങുന്നെങ്കിലും ഇതുകൂടി ചർച്ച ചെയ്യും വരും ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇനി CPM-ഓ അല്ലെങ്കിൽ LDF-ഓ എത്ര വിചാരിച്ചാലും അത് മാറ്റാനും കഴിയില്ല ജനങ്ങളുടെ മനസ്സിൽ നിന്ന്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രത്യേകിച്ച് പത്മകുമാറിനൊക്കെ എതിരെ ഇപ്പോഴും കടുത്ത നടപടിയെടുക്കാൻ CPIM വിമുഖത കാട്ടുകയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നെങ്കിലും അത് പരസ്യമായി ഏതെങ്കിലും ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള വോട്ടർമാരുടെ മുന്നിൽ നടപടിയല്ല. അദ്ദേഹത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി അത്രയും പറഞ്ഞത്. അതല്ല ഒരു ചെറിയൊരു ഐവാഷനുള്ള ഒരു ശ്രമം. ഈ സംവാദത്തിൽ ഈ ശബരിമല പ്രശ്നം തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ഈ പ്രശ്നം വന്നു. ശബരിമലയിൽ ലിംഗവിവേചനമില്ലെന്നും പ്രായപരിധിയിലുള്ള വിലക്ക് മാത്രമേ ഉള്ളൂ എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതി അറിയിച്ചത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതി ഉണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് ചൂണ്ടിക്കാണിച്ചു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. വിനീത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുപ്രീം കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിന്റെ വ്യക്തത എന്തായിരുന്നു? SKN സുപ്രീം കോടതിയിൽ എഴുതി നൽകിയിരിക്കുന്ന വാദത്തിലാണ് ശബരിമല യുവതീ പ്രവേശനത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശക്തമായി തന്നെ എതിർത്തിരിക്കുന്നത്. ശബരിമല പ്രത്യേക വിഭാഗത്തിന്റെ ക്ഷേത്രമെന്നും ഒപ്പം തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ച് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം അത് ക്ഷേത്രത്തിനുണ്ട് എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മതസ്വാതന്ത്ര്യം ആചാരങ്ങളെ ഹനിക്കുന്ന തരത്തിലാകരുതെന്നും കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വിലയിരുത്തേണ്ടത് ആ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതിയുണ്ട് എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ ലിംഗവിവേചനമില്ലെന്നും ഒപ്പം തന്നെ പ്രായപരിധിയിലുള്ള വിലക്ക് മാത്രമാണെന്നും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുകയാണ്. അനിവാര്യമായ മതാചാരം അത് സംരക്ഷിക്കപ്പെടണമെന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയും ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ PS സുധീർ എന്നിവരാണ് ഈ വാദങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. എന്തെങ്കിലും ചോദ്യം വിനീതയോട് ചോദിക്കാനുണ്ടോ? ഇല്ല, ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ ഒന്നുമില്ല. താങ്ക് യു വിനീത വിജി. ഡൽഹിയിൽ നിന്നാണ് വിനീത വിജി നമുക്കൊപ്പം തത്സമയം ചേർന്നത്. അപ്പോൾ ഗോപി, ഇത് കൂട്ടി വായിക്കുമ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന വിഷയം, അതായത് ഇത് ഈ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ യുവതി പ്രവേശനം മാത്രമല്ല, ഞാൻ സ്വർണ്ണക്കൊള്ള നിർത്താൻ പറ്റില്ല. അതെ, ഇത് രണ്ട് തരത്തിലുള്ള പ്രശ്നമാണ്. ഒന്ന്, ഇതൊരു വിശ്വാസ പ്രശ്നമാണ്. രണ്ട്, ഇത് അഴിമതിയുടെ പ്രശ്നമാണ്. വിശ്വാസ പ്രശ്നം എന്ന നിലയിലും ഇപ്പോൾ വിശ്വാസ പ്രശ്നം മാത്രമായി നിന്ന ഒന്നാണ് ശബരിമല യുവതി പ്രവേശനം. ആ ശബരിമല യുവതി പ്രവേശനം ഇവിടെ ചർച്ചയായപ്പോൾ അല്ലെങ്കിൽ അത് ഒരു വിഷയമായപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഫലം ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ്. ആർക്കാണ് അതിൻ്റെ രാഷ്ട്രീയ ആനുകൂല്യം കിട്ടിയത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്.
ആ ഭയം ഇടതുമുന്നണിക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ വിശ്വാസ പ്രശ്നം മാത്രമല്ല, അതിനകത്ത് വലിയ കൊടിയ അഴിമതിയുടെ പ്രശ്നം, ഭരണ പരാജയത്തിന്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലെ പൊതുവായി, അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കല്ല, കേരളം എമ്പാടും ചർച്ചയാക്കാവുന്ന അല്ലെങ്കിൽ ആകുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ നിന്ന് വളരെ സമർത്ഥമായി ഈ വികസന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ജനക്ഷേമ പരിപാടികൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പരിപാടികളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യമായി കൊണ്ടുവരുന്നതെന്നാണ്. പക്ഷേ ശബരിമല ഇപ്പം നമ്മുടെ പ്രശ്നം വെച്ചാൽ ഈ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന മണ്ഡലത്തിൽ അതിൻ്റെ ആനുകൂല്യം പറ്റുമെന്ന് കരുതുന്ന BJP ആണെങ്കിലും അല്ലെങ്കിൽ NDA ആണെങ്കിലും UDF ആണെങ്കിലും അവർ സ്വാഭാവികമായി ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കും. അവിടെ അതിന് ഏറ്റവും പ്രാപ്തമായ ഇടങ്ങളിൽ ദുർബലം ഞാൻ ഉദ്ദേശിക്കുന്നത് 2020 സ്ഥാനാർത്ഥി പറയാണ് ഇവിടെ അതൊരു വിഷയമല്ല. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് അതൊരു വിഷയമാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ വിഷയമാകില്ലെന്ന്. അതല്ല, ആ സ്ഥാനാർത്ഥി എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് NDAയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ NDAയുടെ തന്നെ ഘടകകക്ഷിയായ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് ഇതിവിടെ ഒരു വിഷയമല്ല. അത് ആരുടെ താല്പര്യമാണ്? ഇവിടെ ഇത് വിഷയമാകാതിരിക്കണമെന്ന് ഇവിടെ താല്പര്യമുള്ള ആർക്ക്? ഇടതു മുന്നണിക്ക് മാത്രമാണ്. ആ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണമാണ് 2020 സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത് എന്നാണ് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഒരു ഡീലുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ചർച്ചയല്ല, അല്ലെങ്കിൽ അതല്ല എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാട് ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഫോക്കസ് തിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫോക്കസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പലരും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഡീൽ ഇല്ല എന്നാണ്. ഡീൽ ഉണ്ടെന്ന് നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ഡീലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച നയിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ അവഗാഹമില്ലായ്മ ഈ സ്ഥാനാർത്ഥിക്ക് പിൻബലമായോ ഇക്കാര്യത്തിൽ? ഒരു തർക്കമില്ല. ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു വ്യവസായിയൊക്കെ രാഷ്ട്രീയത്തിൽ ആനുകൂല്യം കൊടുക്കല്ലേ? രാഷ്ട്രീയമില്ലായ്മയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ആ സ്ഥാനാർത്ഥി പെന്തക്കോസ്തുമായി ബന്ധപ്പെട്ട ആളാണ്. പെന്തക്കോസ്റ്റിന്റെ എന്തോ ചില സംഘടന, എന്തോ ഫണ്ട് റൈസിംഗ് പോലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ട ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ചോദ്യം വരുമ്പോഴേക്കും ഈ ചോദ്യം വരുമ്പോൾ ഇത് രാഷ്ട്രീയമാണെന്ന് മറുപടി പറയണമെന്നും അറിയാനുള്ള സാമാന്യ രാഷ്ട്രീയ ബോധം ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവണം. അത് അദ്ദേഹത്തിനില്ല. അതാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയുണ്ടല്ലോ, പത്തനംതിട്ട ജില്ല കോൺഗ്രസ് UDF സംപൂജ്യരായിട്ടുള്ള ജില്ലയാണ്. എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമാണ്. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ അവിടെ ഒരു ഡീല് കൊണ്ടുവന്ന് ഈ കോന്നി ആയിക്കോട്ടെ റാന്നി ആയിക്കോട്ടെ അത്ര കണ്ട് പ്രതിസന്ധി CPIM ഓ LDF ഓ നേരിടുന്ന മണ്ഡലങ്ങളല്ല അത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടൂർ പ്രകാശ് ആയിരുന്നു എന്ന് കരുതുക കോന്നിയിൽ മത്സരിക്കുന്നത്. ഈ പ്രതിസന്ധി അവിടെ ഉണ്ടാകും ഇടതുമുന്നണിക്ക് ഉറപ്പായും. പക്ഷെ നിലവിൽ അത് ഇല്ല എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ഒരു മിനിറ്റ് ഹാഷ്മി, ഞാനതൊന്ന് പൂർത്തിയാക്കട്ടെ. നിലവിൽ അത് ഇല്ല എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം അവിടെ വരുന്നു എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു സംശയം. ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നാം കക്ഷിക്കെതിരെ രണ്ടാം കക്ഷിയും മൂന്നാം കക്ഷിയും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഓക്കെ. പാലക്കാട് അതാണ് പറയുന്നത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർക്കെതിരെ 2, 3 ചേരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കോന്നിയിലും റാന്നിയിലും എന്താണ് ആരോപണം? തിരിച്ചാണത്. മനസ്സിലായോ? അതായത് ഒന്നാമത് അവിടെ CPIM ആണ്. CPIM-നെതിരെ BJP സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സഹായം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒറ്റ കാര്യം കൂടി. പിന്നീട് സ്കേൻ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ BJPക്ക് സഹായകരമായി കാര്യങ്ങൾ ഭവിച്ചിട്ടുള്ളത് അത് കോൺഗ്രസിന്റെ വോട്ട് കുറയുമ്പോൾ മാത്രമാണ്. ഞാൻ മുൻപ് പറഞ്ഞ തൃശ്ശൂർ അതിന് നല്ല ഉദാഹരണമാണ്. ഇനി ഈ പറയുന്ന ഡീൽ, നിങ്ങൾ ഈ പറയുന്ന ലോജിക്കൊക്കെ ഉണ്ടല്ലോ, ചില വിജയ സാധ്യത NDAക്കോ അല്ലെങ്കിൽ മറ്റേ ഉള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് ദുർബലൻ വരുന്നു എന്നൊക്കെയുള്ള ചോദ്യം ഞാൻ നേരെ കഴക്കൂട്ടത്തേക്ക് ചോദിക്കുന്നു. കഴക്കൂട്ടം ആരാണ്? NDAയുടെ സ്ഥാനാർത്ഥി V മുരളീധരനാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ഗ്രാജുവലി NDA BJP വലിയ വളർച്ച കാണിക്കുന്ന ഡീൽ ചർച്ചയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ശബരിമലയും ഞാൻ പറയാം ഇവിടെ ഞാൻ ഡീൽ ഒരു വരിയ പറയാനുള്ളൂ. അതായത് CPM-ന്റെ വോട്ടുകൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് BJP-ക്ക് പോകുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഡീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകം നിർത്താൻ RSS CPM നേതൃത്വം അപ്പുറം ചർച്ച നടത്തുമ്പോൾ ഡീലല്ല. ഇവിടെ LDF-ന്റെ ലക്ഷ്യം എന്താണ്? UDF അധികാരത്തിൽ കയറാതിരിക്കുക ആണല്ലോ. ഇവിടെ BJP-യുടെ ലക്ഷ്യം എന്താണ്? ഇവിടെ BJP-ക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് വരിക എന്നതല്ല ലക്ഷ്യം. അവരുടെയും ലക്ഷ്യം എന്താണ് സ്കേൻ? UDF അധികാരത്തിലേക്ക് എത്താതിരിക്കുക എന്നതാണ്. കേരളത്തിൽ അതല്ല. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ ദിലീപേട്ടൻ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ.
അസഹിഷ്ണുത കാണിക്കല്ലേ? പറയട്ടെ. അസഹിഷ്ണുത കാണിക്കല്ലേ? അതായത് ഇവിടെ BJP-യുടെ ലക്ഷ്യം എൻഡിഎയുടെ ലക്ഷ്യമല്ല, താല്പര്യം എന്താണ്? UDF അധികാരത്തിലേക്ക് വരരുത് എന്ന് തന്നെയാണ് താല്പര്യം. അതിന് പറയാനുള്ള ഞാൻ പിന്നെയും പറയുന്നു, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് അവർ പ്രഖ്യാപിതമായ ജനാധിപത്യ എന്താണ് മുദ്രാവാക്യം അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് എങ്ങോട്ടേക്ക് എങ്കിൽ പോകണമെങ്കിൽ ഒരു കസേരയ്ക്ക് അപ്പുറം ഡീൽ അവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന BJP-യുടെ നിർണായകമായ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ അങ്ങേയറ്റം ദുർബലമായ സ്ഥാനം നിർത്തിക്കൊണ്ട് BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 5 മണ്ഡലങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കി മണ്ഡലങ്ങൾ എന്തുമായിക്കോട്ടെ എന്ന് വിടാനുള്ള കാരണം ആ താല്പര്യമാണ് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ എന്താ പറയുക, ഇപ്പം ഒരു വിഷയത്തിൽ 2 തവണ ഒരു മുന്നണി ജനം ശിക്ഷിക്കില്ല എന്നതാണ് എന്റെ ബോധ്യം. അതിന് വേണ്ടി പറയണമെങ്കിൽ കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോറ്റിയെ കയറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് ആഞ്ഞു മുഴങ്ങിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പാണ് LDF-ന് തിരിച്ചടിയായതെങ്കിൽ ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ശബരിമല വിഷയം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഞാൻ പിന്നെയും പറഞ്ഞു സ്കാൻ, ഇവിടെ എന്താണ്, ഇവിടെ 4 കോർപ്പറേഷൻ, ഇവിടെ 7ഓളം ജില്ലാ പഞ്ചായത്ത്, 59% വരുന്ന പഞ്ചായത്ത്, അങ്ങനെ ഇതുവരെ ഇല്ലാത്തവണ്ണം UDF-ന് വലിയ വിജയം ഉണ്ടാക്കി കൊടുത്തത് ഏതെങ്കിലും ഒരു വിഷയം മാത്രം കേന്ദ്രീകരിച്ചാണെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ചെറുതായി കാണിക്കണം. ഒരു ഒറ്റ വിഷയം മാത്രമല്ല. എസ് കെ, ഞാൻ വരുന്ന പന്തളത്ത് നിന്നാണ്, ശബരിമല ഭൂമികയിൽ നിന്ന് വരുന്ന ആളാണ്, ആ ക്ഷേത്രത്തോട് വലിയ ആദരവുള്ള ആളാണ്. ഒരുപാട് അതെ അവിടെ ഉണ്ട്. എസ് കെ അവിടെ ഒരു മാരകമായ കൊള്ള നടന്നു. മാരകമായ കൊള്ള നടന്നു. ഇത്ര ദിവസമായിട്ട് നമുക്കറിയാത്ത കാര്യം എന്തൊക്കെയാണ്? അവിടുന്ന് എന്തൊക്കെ മോഷണം പോയി നമുക്കറിയില്ല. അവിടുത്തെ മോഷണത്തിന്റെ രീതി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അവിടെ ക്രൈമിന്റെ രീതിയാണ് നമുക്ക് ഇപ്പോഴും അറിയില്ല. 90 ദിവസം എന്ന് പറയുന്ന കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ തന്ത്രി അടക്കം എല്ലാ കള്ളന്മാരും ഇറങ്ങിപ്പോകുന്ന സാഹചര്യം എസ് കെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്ര വിശ്വാസിക്ക് ശബരിമല വിശ്വാസിക്ക് ആഴത്തിൽ വേദന ഉണ്ടായ വിഷയത്തിൽ ഇത്ര ദിവസമായിട്ടും കേരളത്തിന് മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തെളിച്ചമുള്ള ഒരു വ്യക്തതയുള്ള ഒരു നിലപാട് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ആ കേസിൽ പ്ലീസ് ഞാൻ പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. ആ കേസിൽ എസ്കെൻ CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടന്ന ആൾ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയുമായി തുടരുന്നു. അത് ചർച്ചയാകും. എസ്കെൻ, നമുക്ക് മുഖ്യമന്ത്രിക്കെതിരെ ജി സുധാകരന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ് ജി സുധാകരന്റെ പരാതി. ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ തുടരണോ എന്ന് ജനം ചിന്തിക്കണം. SFI-യിലും DYFI-യിലും നല്ല നേതാക്കളില്ലെന്നും കോൺഗ്രസിലെ ആള് കൂടുന്നത് നല്ല പ്രവൃത്തി കൊണ്ട് മാത്രമാണെന്നും ജി സുധാകരൻ പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. ഓടാ ചെറ്റ എന്ന് പറയുന്നത് വേറൊരു പ്രയോഗമാണ്. ഇത് നാനാർത്ഥങ്ങളുള്ളതാണ് ഭാഷ. അതിലേറ്റവും നല്ലതാണ് ചെറ്റപ്പുര, പാവപ്പെട്ടവൻ്റെ വീട്. ആ പ്രയോഗത്തെയാണ് മലയാള ഭാഷയുടെ അർത്ഥാന്തര വിന്യാസങ്ങൾ മനസ്സിലാക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആക്ഷേപിച്ചത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ഒന്നും തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിളിക്കത്തുമില്ല. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അങ്ങനെ വിളിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തോട് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത കാര്യമാണ് ആ വിളി. കാരണം ഒരു ഒരു അസംബ്ലി സ്ഥാനാർത്ഥിയെ വേറൊരു സ്ഥാനാർത്ഥിയെ ചീത്ത വിളിക്കുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അധികാരത്തിൽ ഇരുന്ന നമ്മുടെ സ്ഥിതി എന്തായി? ഇതാണ് വെച്ചത്. എത്ര പേരെയാണ് പാർട്ടിക്ക് എതിരാക്കുന്നത് ഓരോ ദിവസവും? എത്ര പേര്? വാസ്തവത്തിൽ കോൺഗ്രസ്സുകാർക്ക് സന്തോഷിക്കാം. കാരണം നിങ്ങൾക്ക് ആളെ കൂട്ടി തരുന്നതിൽ നിങ്ങളുടെ പ്രവർത്തനം മാത്രമല്ല, നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഭാഗം വഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷിക്കാം. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ചിന്തിച്ച് മാത്രമേ ഒരു സമൂഹം മുന്നോട്ട്. ചിന്താശക്തി ഇല്ലാത്ത തലമുറയെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും ബഹുമാനിക്കുന്ന യുവ നേതാവിന് DYFL-ഉണ്ടോ? SFI-യിലുണ്ടോ? ഒരു കാലത്ത് KS-കാർ പോലും എന്താ പറയുന്നത്, ഒരു അസൂയ DYFL-ക്ക് നേതാക്കന്മാരെ കാണുമ്പോൾ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, എവിടെയാണ് ജി സുധാകരൻ ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയത്? ഇന്ന് അമ്പലപ്പുഴ സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗമായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ഈ മണ്ഡലം കമ്മിറ്റികളുടെ ജനറൽ ബോഡി യോഗങ്ങൾ നടന്നു വരികയാണ്. അതിലെല്ലാം ജി സുധാകരൻ പങ്കെടുക്കുന്നുമുണ്ട്. ആദ്യ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ യോഗങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ജി സുധാകരനെയാണ് കാണാനാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കണക്കറ്റ വിമർശനമാണ് എല്ലാ വേദികളിലും ജി സുധാകരൻ നൽകുന്നത്. അതുതന്നെ ഇന്നും ആവർത്തിച്ചിരിക്കുകയാണ്. തന്നെ ചെറ്റ എന്ന് വിളിച്ച മുഖ്യമന്ത്രി
ഇനി അധികാരത്തിൽ തുടരണോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് ജി സുധാകരൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെത്തുന്ന സകലമാന CPM നേതാക്കളും സുധാകരനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ ജനറൽ ബോഡി യോഗങ്ങളിൽ ജി സുധാകരൻ കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ ഭരണഘടനാ സംരക്ഷണമായ മുഖ്യമന്ത്രി തന്നെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് കാലം തെളിയിക്കും. ഒപ്പം SFIക്കും DYFIക്കും വിമർശനമുണ്ട്. ഇന്നത്തെ കാലത്ത് രണ്ട് സംഘടനകളിലും 4 ആൾ അറിയുന്ന നല്ല നേതാക്കളില്ല എന്നുള്ളതാണ് പറയുന്നത്. ആലപ്പുഴയിലുള്ള നേതാക്കളാകട്ടെ ഏരിയ സെക്രട്ടറിമാരടക്കം തനിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കള്ളുഷാപ്പിലിരിക്കുന്നു എന്നുള്ള പരാമർശങ്ങളടക്കം നടത്തുന്നു. എന്തായാലും പാർട്ടിയെയും മുഖ്യമന്ത്രിയും അടക്കം നേതാക്കളെയും അടക്കം കടന്നാക്രമിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നേറുന്ന ജി സുധാകരനെയാണ് രാഷ്ട്രീയമായി ആലപ്പുഴയിൽ കാണാനാകുന്നത്. അതേസമയം നാളെ ജി സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ അടക്കം ഈ നോമിനേഷൻ സ്ക്രൂട്ടിനി നടക്കുകയാണ്. അതിൽ ജി സുധാകരനെതിരെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് ഇടതു ക്യാമ്പിന്റെ പ്രതീക്ഷ. പ്രചരണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. SK. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ജി സുധാകരനെ അത് വല്ലാതെ നോവിച്ചു ആ പ്രയോഗം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അദ്ദേഹത്തിന് മറക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല. നല്ല രാഷ്ട്രീയക്കാരനാണ്. അത് ഉള്ളിൽ മുറിവേറ്റെങ്കിൽ കൂടിയും അത് തെരഞ്ഞെടുപ്പിൽ പ്രചരണം ഇപ്പൊ നീജ് പരാമർശം മണിശങ്കറെ നടത്തി മോഡിക്ക് ഏത് രീതിയിൽ BJP വെച്ച് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞ പോലെ വായിൽ നിന്ന് വീണ ഒരു പരാമർശം എടുത്ത് വോട്ടാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ ബുദ്ധി ജി സുധാകരൻ എന്തായാലും ഉണ്ട്. ഇന്ന് AK ബാലൻ സംസാരിച്ച് AK ബാലൻ പറയുന്നത് ചെറ്റത്തരം എന്നതും ചെറ്റ എന്ന് 2 വാക്കാണെന്ന് നികൊണ്ടുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ കയറി അള്ളിപ്പിടിക്കാതെ അത് വിട്ട് പറ്റിയതിന് മാപ്പ് വിട്ടുപോവാ എന്ന് പറയേണ്ടത് അതിൽ കയറി അള്ളിപ്പിടിച്ചാൽ അത് ജി സുധാകരനാണ് അഡ്വാൻറ്റേജ്. ജി സുധാകരൻ MV ജയരാജന്റെ വ്യാഖ്യാനം പോലെയുള്ളൂ കോടതിയെ ജഡ്ജിയെ കുറിച്ച് പറഞ്ഞു. വെളിച്ചം പരത്തുന്നവർ, ശുംഭൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വെളിച്ചം പരത്തുന്നവരാണ് എന്ന് പറഞ്ഞവർ. കോടതി ശുംഭൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല, അന്ന് ഒരു ജഡ്ജിമാരെ ശുംഭന്മാർന്ന് കോടതി കൊടുത്ത ഇത് യഥാർത്ഥത്തിൽ ശുംഭൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം പകർത്തുന്ന എന്നാണ് അതിനർത്ഥം. ഞാൻ ഉദ്ദേശിച്ചത് ജഡ്ജിമാർ വെളിച്ചം പരത്തുന്ന വിളക്കുമാടങ്ങളാണ്. അതെ. അല്ല, എനിക്ക് തോന്നുന്നത് ആഷ്മി ഒരു ദിവസം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോഴും അത് ഇങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇല്ല, പിന്നെ അഭിപ്രായം മാറ്റിയില്ലല്ലോ. ഇല്ല. അദ്ദേഹം ഒരു പുസ്തകമായിട്ട് പോയി പുസ്തകം വായിച്ചിട്ട് ഇറങ്ങി വന്ന് അതൊക്കെ വളരെ ധീരമായി അദ്ദേഹം നേരിട്ട കാര്യം. നമ്മളൊരു കഥ പറയാം. കലാനിലയം കൃഷ്ണൻ നായർക്കെതിരെ ഒരു കോടതിയലക്ഷ്യ ഹർജി വന്നപ്പോൾ അദ്ദേഹത്തിനെ കോടതി ശിക്ഷിച്ചു. ഒരു വാർത്തയും ഒരു പടവും കൊടുത്തതിനായിരുന്നു ശിക്ഷ വിധിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് ഈ വിധി വന്ന ദിവസം പിറ്റേന്ന് പത്രത്തിൽ എഴുതി, കലാനിലയം കൃഷ്ണൻ നായരെ 1 രൂപയെ ശിക്ഷിച്ചതിൻ്റെ വാർത്തയും പടവും ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത കൊടുത്തു. അങ്ങനെയും കാരണം ഒന്നുകൂടെ അത്, എന്നാൽ ഇത് സത്യസന്ധമായ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്തു എന്ന അസിത നമ്മൾ പറഞ്ഞു വന്നു കാര്യം. 2 പോയിന്റ് അല്ലേ ബാക്കി കിടക്കുന്നത്? നമുക്കൊരു 4-5 മിനിറ്റ് കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിച്ച് നമുക്കൊരു ഭൂതക്കണ്ണാടി പിടിക്കേണ്ട കാര്യം. 2 വിഷയത്തിലെ പ്രതികരണമാണ് സ്കെൻ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തേത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമായി നമ്മൾ ഇന്നലെ മുതൽ പറയുന്ന കാര്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അത് കേരളത്തിൽ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ വർക്കാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കുകയാണ് BJPയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അതിലൊരു അപകടം കൂടിയുണ്ട് സ്കെൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ സ്വാഭാവികമായി തന്നെ CPIന് LDFന് വീണ്ടും അധികാരം കിട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ നെറേറ്റീവ് എങ്ങോട്ടാണ് പോകാൻ ശ്രമിക്കുന്നത്? BJPയുടെ വോട്ട് കൊണ്ടാണ് വീണ്ടും LDF വരുന്നത് എന്നുള്ള നെറേറ്റീവ് അവിടെ അറിയാതെ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തെ അപകടമുണ്ട്. 2, BJP ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരാമെന്ന് അവർ തന്നെ കരുതുന്നില്ല. അത് തന്നെയാണ് വാസ്തവം. പക്ഷേ ഒരു 10-15 മണ്ഡലങ്ങളിലെങ്കിലും അവർ അവരുടെ A+ മണ്ഡലങ്ങളായി കണ്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അവർ തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് വരാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായും BJPയുടെ വോട്ടുകൾ CPIലേക്ക് പോകണമല്ലോ ആ തിയറി അനുസരിച്ച്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ എങ്ങനെ BJP വോട്ടുകൾ വർക്ക് ചെയ്യും എന്നുള്ളത് 15 മണ്ഡലം 5 മണ്ഡലം അവർ ഷാർപ്പായി ഫോക്കസ് ചെയ്യുന്ന 5 നിയമം അടക്കം വട്ടിയൂർക്കാവ് അടക്കം തിരുവനന്തപുരം അടക്കം 5 മണ്ഡലം ഫോക്കസ് ചെയ്യുന്നു. അതിൽ 3 സീറ്റാണ് BJP ഉറച്ച പ്രതീക്ഷ. അവർ അത് കിട്ടുമെന്ന് ഉറപ്പിക്കുന്ന സീറ്റുകൾ. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വർക്കൗട്ട് ആവാത്ത ഒന്നാണ്, കേരളത്തിൽ അതില്ലേ ഇല്ലാത്ത ഒന്നാണ് എന്നാണ് ബി ദിലീപ് കുമാർ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുകയാണ് BJPയുടെ ലക്ഷ്യം എന്നൊരു നേതാവ് പറയുന്നുണ്ട്. നേതാവിന്റെ ഒരു B ഗോപാലകൃഷ്ണനാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കാതെ BJPക്ക് മുന്നോട്ട് വരാനാവില്ല. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴല്ല, 5 വർഷം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ B ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ്. ഇവിടുത്തെ പല നേതാക്കളും അത് തുറന്നുമല്ലാതെയും പറയുന്നുണ്ട്. S സുരേഷ് എന്നോട് പറഞ്ഞതാണ്, ഇവിടെ ഇഡിയിൽ നിയമ നടപടി നേരിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നിയമനം ഉണ്ടായാൽ അത് കോൺഗ്രസിന് വോട്ടാകും, അതിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ S സുരേഷാണ് പറഞ്ഞത്. പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞ് പറയുന്നതാണ്. ഗോപാലകൃഷ്ണൻ ഉള്ളി കള്ളമില്ലാത്ത അദ്ദേഹം തുറന്നു കോൺഗ്രസ് മുക്ത കേരളം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ NDAയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നതിന് കൂടി
കൂടി മറുപടി വേണം. അത് ഒരു വിഷയം. BJP വോട്ട്. ശരി, BJP വോട്ട്. രണ്ടാമത്തെ കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹാഷ്മി അതിവൈകാരികമായി അവസാനം കുറെ ചോദ്യങ്ങൾ ചോദിച്ചാണ് കഴിഞ്ഞ ഘട്ടം അവസാനിപ്പിച്ചത്. ഹാഷ്മി ചോദിച്ചതൊക്കെ വളരെ വൈകാരികമായി നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും പ്രസക്തവുമാണ്, ജനങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഹാഷ്മി ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ കേസ് പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് വളരെ ക്ലിയറായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത വിഷയത്തിൽ, ആളുകൾക്ക് ജാമ്യം കിട്ടുന്ന വിഷയത്തിൽ, പ്രധാന പ്രതികൾക്കടക്കം ജാമ്യം കിട്ടി പുറത്തോട്ട് പോകുന്ന വിഷയത്തിൽ അടക്കം ഈ കേസ് നിരന്തരം പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന് ഒരു സംശയവുമില്ല. മാത്രമല്ല, തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ചിന്റെ ആ നിരീക്ഷണം ഒഴിവാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ കേസ് കോടതിക്ക് ഇതിൽ ഒരു സംശയവുമില്ല. മേൽനോട്ടം നടത്തുന്ന കോടതി ഞാൻ ആ വിഷയത്തിൽ വൈകാരികമാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നത് ശബരിമല ഭൂമികയിൽ നിന്നാണ്. ഒരുപാട് ശബരിമല വിശ്വാസികളായ, ഒരുപാട് അടുത്ത ആത്മാർത്ഥമായ ചങ്കിന്റെ ചങ്ങായ സുഹൃത്തുക്കൾ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടിയാണ്. അപ്പോൾ അവരുടെ വേദന എൻ്റെ കൂടി വേദനയാവും എസ്കേൻ. അപ്പോൾ അതിലെ വൈകാര്യതയുണ്ട്. ശബരിമല കോടതി, ഡിവിഷൻ ബെഞ്ച്, അതിൽ വരുന്ന കുറ്റപത്രങ്ങൾ, തെളിവടക്കം എല്ലാ കാലം അവിടെ നിൽക്കട്ടെ. SKN ലക്ഷോപലക്ഷം വരുന്ന ശബരിമല വിശ്വാസികൾക്ക് അവരുടെ ആരാധനാമൂർത്തിയുടെ, അവരുടെ പ്രതിഷ്ഠയുടെ തൊട്ടപ്പുറമുള്ള ദ്വാരപാലകരെ അഴിച്ചുകൊണ്ടുപോയി വിറ്റവന്മാർ ആരൊക്കെയാണെന്ന്, ഏത് രീതിയിലാണെന്ന്, എന്താണ് അതിന് അവർക്ക് കിട്ടിയ പ്രതിഫലം എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ വ്യക്തമല്ല, അതിൽ കേരളത്തിന് വ്യക്തമല്ല. സമയം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി. കേരളത്തിന് വ്യക്തമാണോ? സമയം കൊടുക്കുമെന്ന് പറഞ്ഞത് ആരാണ്? നേരിട്ട് വന്ന മാധ്യമങ്ങളെടുത്ത് കോടതിയെ ബഹുമാനിക്കുന്നു. കോടതി ബഹുമാനിക്കുന്നു. ഇപ്പോൾ വ്യക്തമാണോ? കേരളത്തിന് ഇപ്പോൾ വ്യക്തമാണോ? എന്തുകൊണ്ട് വ്യക്തമല്ല? കേരളത്തിൽ വ്യക്തമല്ല. ഒന്നുമില്ല. അതുകൊണ്ട് ഇത്ര ദിവസമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതിയുടെ വ്യവഹാരങ്ങളാണ്. കോടതി ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം വളരെ അത് കേവലം കോടതി വ്യവഹാരമാകാൻ പറ്റില്ല. കോടതി അത് കേവലം കോടതി വ്യവഹാരമാകാൻ പറ്റില്ല. അത് വിശ്വാസികളുടെ വികാരമാണ്. അവരുടെ പ്രതിഷ്ഠയെ തൊട്ടവന്മാർ ഏതിൽ തൊട്ടുവെന്ന് എത്രയും വേഗം വ്യക്തമാകേണ്ടതാണ്. വ്യക്തമായിട്ടില്ല എന്ന് ഞാൻ പറയാം. കോടതി ഇക്കാര്യത്തിൽ കോടതിയുടെ ചില നിരീക്ഷണമുണ്ട്. റിപ്പോർട്ട് കൊടുക്കുന്ന കോടതിക്കാണ്. കോടതി അക്കാര്യം പറഞ്ഞ പോയിന്റ് ഒന്നും അല്ല. അതായത് ഇത് ഒരു ക്ലിയർ കേസ് ഓഫ് അഴിമതിയാണ്, തട്ടിപ്പാണ്, കൊള്ളയാണ്. ഇത് നടന്നിട്ടുണ്ട്. ഇത് നടന്നു എന്നതിന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ നടന്നത് ഈ സർക്കാർ കണ്ടെത്തിയതല്ല, ഈ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയതുമല്ല, അത് കോടതി ഇടപെട്ട് കണ്ടെത്തിയതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകാൻ പോകുന്നത്. ആരാണ് ഈ കൊള്ളക്കാർ? അത് ചർച്ചയാകും. നേരത്തെ ഹാഷ്മിയായിട്ടുള്ള തർക്കത്തിന്റെ പറഞ്ഞില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെയുള്ള നമ്മൾ വിശാലമായ ക്യാൻവാസിലൊക്കെ BJP നേതാക്കൾ പറയും. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണല്ലോ, അരിയാഹാരം കഴിച്ച് ജീവിക്കുന്നവരാണല്ലോ. ഈ ജനങ്ങൾക്കറിയാം, അല്ലെങ്കിൽ BJP പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ BJP പ്രവർത്തകരുടെ ഒന്നാം നമ്പർ ശത്രുവായി അവർ കാണുന്നത് CPM-നെയും CPM-ന്റെ ഭരണത്തെയുമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞല്ലോ, വൈകാരികമായി വിശ്വാസത്തിന്റെ കാര്യം അതൊക്കെ പറഞ്ഞല്ലോ, അവരത് മാത്രമേ അവരെ സംബന്ധിച്ച് അത് നോക്കുകയുള്ളൂ. അത് മാത്രമാണ്, അല്ലാതെ കോൺഗ്രസ് ഭാരതം എന്നുള്ള വലിയ ആംഗിൾ നടക്കില്ല. അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞാൽ എന്താണ് BJP മാത്രമുള്ള ശബരിമല ഒന്നുമല്ല. ശബരിമല വിശ്വാസം എന്ന് പറഞ്ഞാൽ BJP-ക്ക് അപ്പുറത്തുണ്ട്. BJP മാത്രമല്ല, ഹിന്ദുക്കൾ അതിനപ്പുറമൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. അവരാണല്ലോ ഏറ്റെടുക്കാൻ പോകുന്നത്. അല്ലെന്നേ, BJP ഒന്നും അല്ലെന്നേ. ശബരിമല വിഷയം BJP ഒന്നും അല്ല, വിശ്വാസികളാണ്. BJP പ്രധാനമായ ശത്രുതയിൽ കാണുന്നത് CPM-നാണെന്ന് പറയണ്ട. കാരണം BJP എപ്പോഴും പറയുന്നത് ഇരു മുന്നണികൾക്കും ഇതിനകത്ത് കുഴപ്പമുണ്ട്. കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഒരു സർക്കാർ അവിടെ നിൽക്കുമ്പോൾ ഭരണത്തിനെതിരെ പറയാതിരിക്കുകയാണ്. അതിനപ്പുറം കേന്ദ്രീകൃതമായിട്ട് CPM-നെതിരെയുള്ള ആക്രമണം സാധാരണ വിശ്വാസിക്കോ കോൺഗ്രസിനെയും പറയുന്നുണ്ട്. എല്ലാ ചർച്ചകളിലും BJP ഒന്നാം നമ്പർ ശത്രുവിന്റെ കാര്യം സ്വാഭാവികമായിട്ട് സർക്കാർ ഭരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സിമ്പിൾ ലോജിക്കാണ്. അതായത് BJP മുക്ത ഭാരതം എന്ന BJP-യുടെ ദേശീയ ലക്ഷ്യം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഇപ്പോഴത്തെ BJP വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ തുറന്നു പറയുന്ന കാര്യം, പല നേതാക്കൾ തുറന്നു പറയുന്ന കാര്യം, BJP-യുടെ താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ കണ്ണായ കണ്ണുമണ്ഡലങ്ങളിൽ BJP ആർക്കൊക്കെയോ സീറ്റ് വിട്ടുകൊടുത്ത് അവർ അഞ്ചിൽ കേന്ദ്രീകരിക്കുന്നു. അവിടെ BJP വോട്ടാണുള്ളത്.
BJP വോട്ടൊക്കെ അവിടെ ബന്ധക്കോസ് നേതാവിനും BJP വോട്ടൊക്കെ 2020 അഞ്ചിൽ അല്ല, അതില് എന്ന് ആരെ കരുതാൻ പറ്റുക? കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു അസ്യൂം ചെയ്യാൻ പാടില്ല. അല്ല മാത്രമൊന്നും ഇല്ല ഞാൻ പറഞ്ഞോട്ടെ. 140 മണ്ഡലങ്ങളിലും ജയിച്ച അധികാരത്തിൽ വരുന്നുണ്ട് ഇവിടെ പറയുന്നത്. അല്ലല്ല. ജയിച്ച അധികാരത്തിൽ വരുന്ന അല്ലല്ല, അവർ മത്സരിക്കുന്നത് മത്സരിക്കുന്ന പരമാവധി വോട്ട് കിട്ടാൻ വേണ്ടിയാ. ഓ കം ഓൺ. അല്ലാതെ ഈ 5 സീറ്റ് അങ്ങനെ ജയിച്ച കേരളത്തിൽ അധികാരത്തിൽ വരാണ് BJP മത്സരിക്കുന്നത്. BJP ഇപ്പോൾ സംസ്ഥാനത്ത് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അധികാരത്തിൽ BJPയുടെ വോട്ട് വിജയിക്കുക BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ശക്തിമത്തായ സ്ഥലങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥി ഇടണം. സ്ഥാനാർത്ഥി ഇല്ല. BJPയുടെ വോട്ട് വിഹിതമാണ് കൂടണ്ടേ? കേരളത്തിൽ ഈ മുന്നണി പരീക്ഷണം കൂടി അവർ നോക്കിയാണല്ലോ. കേരളത്തിൽ മുന്നണി പരീക്ഷണം കൂടി നോക്കിയാണല്ലോ BJP. ദിലീപേട്ട പറഞ്ഞ ദിലീപേട്ട തന്നെ വെട്ടരുത്. അല്ല, ഞാൻ BJPയുടെ വോട്ട് വിധം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? BJP അവർക്ക് അവരുടെ ശക്തരായ സ്ഥാനാർത്ഥി നിർത്തണം. ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം BJPയുടെ സ്ഥാനാർത്ഥി, പിന്നെ സഖ്യകക്ഷികൾക്ക് എവിടെ അങ്ങനെ അവർക്ക് കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വാധീന മേഖലകളിൽ BJP വോട്ട് വിധം കൂടുക. BJP വോട്ട് വിധം കൂടുക. BJPയുടെ വോട്ട് വിഹിതം അവർക്ക് ഈ സഖ്യകക്ഷികൾക്ക് അവരിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ ഉണ്ടല്ലോ, അതിന്റെ വിധം പറ. മറ്റേതെങ്കിലും താമര ചിഹ്നത്തിൽ BJPയുടെ കോർ വോട്ട്, RSSന്റെ കോർ വോട്ട് ഒരു 2020 പോകുന്ന ചേട്ടൻ വരുന്നുണ്ടോ? ആത്മാർത്ഥോട് പറ. അല്ല, തീർച്ചയായിട്ടും പോകും. RSS വോട്ട് പോവോ? RSS വോട്ട് പോകും. എവിടെ? ആറന്മുളയിൽ ശബരിമല ചർച്ചയാവില്ലെന്ന് പറയുന്ന ബന്ധക്കോസ് സ്ഥാനാർത്ഥിക്ക് ഹാഷ്മി അവർ RSS എന്നൊക്കെ പറയുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഈ വോട്ടുകൾ എവിടെ പോകും എന്നത് കൂടി പറയണ്ടേ? എവിടേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമല്ല. അതുപോലെ ഈ സെലക്റ്റീവായി കുറെ മണ്ഡലങ്ങൾ പറയുന്നിടത്ത് ഹാഷ്മി പറയുന്നല്ലോ ദുർബലരായ NDA സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ NDA നേരത്തെ പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കില്ലേ വി മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം മണ്ഡലം? തർക്കമില്ലല്ലോ ഹാഷ്മിക്ക്. ഇതിൽ ഉണ്ടോ? NDAയുടെ സ്റ്റാർ മണ്ഡലങ്ങൾ 5 കഴക്കൂട്ടം ഉണ്ടോ? ഇതിൽ ഹാഷ്മി പറയൂ ഉണ്ടോ? അല്ല പറയൂ, പറഞ്ഞു. അല്ല ഹാഷ്മി പറയൂ ഉണ്ടോ? അല്ല അങ്ങനെ ചോദിച്ചു മറുപടി പറയാൻ ഞാൻ ആരാണ്? അല്ല ഹാഷ്മി പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം ഉണ്ടോ? അസിതയുടെ വാദം പറഞ്ഞു പൂർത്തിയാക്കൂ, അത് ഞാൻ മറുപടി പറയാം. അല്ല ഹാഷ്മി അല്ലല്ല, ഇത് നമ്മുടെ എൻകൗണ്ടർ ചർച്ച ഒന്നുമല്ലോ. ഞാൻ ചോദിക്കുന്നത് ഹാഷ്മി 5 മണ്ഡലങ്ങൾ പറഞ്ഞില്ല, ഇതിൽ കഴക്കൂട്ടം ഉണ്ടോ? അസിതയുടെ വാദം പറഞ്ഞു പൂർത്തിയാക്കൂ, ഞാൻ പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ ഹാഷ്മി പറഞ്ഞ 5 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടം ഒന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ ധാരണ. വി മുരളീധരനാണ് അവിടെ മത്സരിക്കുന്നത്. അവർ ഗ്രാജുവലി വോട്ട് ഉയർത്തിയ മണ്ഡലമാണിത്. അവിടെ ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? UDFന്റെ സ്ഥാനാർത്ഥി ആരാണ്? ശക്തനായ സ്ഥാനാർത്ഥിയാണോ? ആണോ? ഹാഷ്മിക്ക് ഇപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ പേര്? ആരാണ് ഹാഷ്മിക്ക്? ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പേര് ഓർമ്മ വരുന്നു. അപ്പോൾ അത്രയും സ്ഥാനാർത്ഥികളെയാണ് ഹാഷ്മി. അപ്പോൾ ഞാൻ അത്രേ പറഞ്ഞോളൂ. BJP അതിശക്തമായി ചോദ്യം ചോദിച്ച ഹാഷ്മി സ്വാഭാവികമായി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിശക്തമായി ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ, ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നത് കൂടി ഈ ചർച്ചയുടെ ഭാഗമായി വരണം എന്നത് മാത്രമേ ഞാൻ പറയുന്നു. ഇവിടെ ഈ തവണ BJP സ്ഥാനാർത്ഥികൾ BJP രാഷ്ട്രീയമായി കോൺഗ്രസിനെ സഹായിക്കുന്ന ഒന്നും ചെയ്യില്ല. അതിന് കാരണം അവരുടെ താല്പര്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്, കോൺഗ്രസ് മുക്ത കേരളമാണ്. സിമ്പിൾ. യു മേ കൺക്ലൂഡ് ദിലീപ്. അല്ല ഗോപികൃഷ്ണൻ, എനിക്ക് ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഈ ചർച്ച യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഏതെങ്കിലും മുന്നണിയുടെയോ പതാകവാഹകരോ അല്ലെങ്കിൽ അവരുടെ വിജയ സാധ്യത പിന്നെ പ്രവചിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല. അതിൽ ഒരു കാര്യം എനിക്ക് പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഇപ്പോ BJP ഇവിടെ എല്ലാം ജയിച്ച അധികാരത്തിൽ NDA അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മത്സരം വളരെ പ്രധാനമാണ്. 3 മുന്നണികളും അവർ തോൽക്കാൻ വേണ്ടി അല്ല, അവർ സ്ഥാനാർത്ഥികൾ നിർത്തി വലിയ മത്സരത്തിന് സാധ്യത ഒരുക്കുന്നു. നമ്മുടെ പോയിന്റ് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി വോട്ടെടുപ്പിലേക്കുള്ളത്. അതിനു മുൻപ് എന്താണ് ഈ ഇലക്ഷന്റെ സ്ട്രാറ്റജി, എന്താണ് ഇതിലെ പൊളിറ്റിക്കൽ അജണ്ട, എന്താണ് ഏത് വിഷയത്തിൽ ഊന്നിയാണ് ഈ ചർച്ച ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്? അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇക്കുറി UDF ആണ്. ആ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡീൽ എന്ന പ്രശ്നത്തിലാണ്. ആ വിഷയത്തിൽ മറുപടി പറയേണ്ടുന്ന 2 മുന്നണികൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ UDFന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ മറുപടിയും അപ്പുറത്തേക്കുള്ള പ്രതികരണവും ഒക്കെ ഉണ്ടാകും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ മതപരമായ പരാമർശങ്ങൾ, പിന്നെ സ്ഥാനാർത്ഥി ശക്തനോ ദുർബലനോ ഇതൊന്നും പറയേണ്ട അപ്പൊ നമുക്കിനി ഭൂത കണ്ണാടിയിലേക്കാണ്. അതായത് നമ്മൾ
പറയുന്ന വാദത്തിൽ ദുർബല സ്ഥാനാർത്ഥികൾ എന്നുള്ള ഒരു പ്രത്യേക പെർസെപ്ഷൻ ആംഗിൾ പറയുന്നതാണ്. അല്ല 140 മണ്ഡലങ്ങളിലെയും LDF എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ അർഹതയുള്ളവരാണ്. ഇനി നമ്മൾ ജെൻസി മാനിഫെസ്റ്റോയിലേക്ക് കടക്കുകയാണ്. പാലക്കാട് തൃത്താലയിലാണ് ജെൻസി മാനിഫെസ്റ്റോ എത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി VT ബൽറാമാണ് ഇന്ന് ജെൻസി കക്ഷികളുടെ അതിഥി. കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് VT ബൽറാം. നിങ്ങൾക്കറിയുന്ന പോലെ അവിടെ MP രാജേഷാണ് VT ബൽറാമിൻ്റെ കൗണ്ടർ സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി MP രാജേഷും UDF സ്ഥാനാർത്ഥി VT ബൽറാം. തൃത്താലയിൽ ഇത്തവണ തീ പാറുവോ? എന്താ ഈ കാര്യങ്ങളൊക്കെ? തൃത്താല തീ പാറും, സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ തീ അവസാനം ആളിക്കത്തിയിട്ട് നിലവിലുള്ള സംഭവങ്ങളൊക്കെ ചുട്ടരിക്കപ്പെടും, പുതിയൊരു സംഭവം ഉണ്ടാവും. ഞാൻ ഈ ചോദ്യത്തിന് VT ബൽറാം ചിരിച്ചുകൊണ്ടൊരു മറുപടി തരുമോ? എല്ലാ ചോദ്യങ്ങളും ഞാൻ വന്നപ്പോൾ തൊട്ട് ചിരിക്കല്ലേ നിങ്ങൾ? ഈ കോൺഗ്രസിനുള്ള ഐക്യം ഇപ്പൊ എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിച്ചു, ഈ മുതിർന്ന നേതാക്കളൊക്കെ ഒരു കസേര ഇറക്കുന്ന ഒരു മത്സരം നടത്തിയ VT ബൽറാമിന് ആര് ജയിക്കണം? ഇവിടുന്ന് അറ്റം പോലെ പറ്റാറ്റവരൊക്കെ ഏത് തലമുറയിൽപ്പെട്ട ആളുകൾ അതില്ലാത്തതൊക്കെ മുതിർന്ന ആളുകളും ചെറുപ്പക്കാരും പുതുമുകളും ഒക്കെ ഉണ്ട്. കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുന്ന സമയത്ത് പല മണ്ഡലങ്ങളെക്കുറിച്ചും ഒന്നിലേറെ പേരുകൾ വരും. അപ്പോൾ കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. കേരളത്തിൽ മാത്രം അതിൻ്റെ എൻറ്റയർ ലീഡർഷിപ്പ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയല്ലല്ലോ. മറ്റു ചില പാർട്ടികൾ അങ്ങനെയാണല്ലോ. അവർ കണ്ണൂരിൽ കൂടിയാൽ ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരത്ത് കൂടിയാൽ സംസ്ഥാന കമ്മിറ്റി, അവർ തന്നെ കുറച്ചപ്പുറത്ത് കൂടിയാൽ നാഷണൽ കമ്മിറ്റി. ഇതാണ് മറ്റു ചില പാർട്ടികളുടെ അവസ്ഥ. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസിന് ദേശീയ നേതൃത്വമുണ്ട്. 4 ദിവസം കൊണ്ട് 24 മണിക്കൂർ പൂർത്തീകരിച്ച് കാൻഡിഡേറ്റ് ലിസ്റ്റിന്റെ ഇതെല്ലാം വിസ്മയങ്ങൾ വന്നു. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ CPM-ന്റെ ഒരു MLA ആയിരുന്ന ആള് ഇന്ന് ഞങ്ങളുടെ പാനലിൽ മത്സരിക്കുകയാണ്. സാക്ഷാൽ VS അച്യുതാനന്ദൻ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ആള് ഞങ്ങളുടെ ഒപ്പം വന്ന് മത്സരിക്കുകയാണ്. നോക്കൂ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 99 MLA-മാരായിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 94 ഉള്ളൂ. 2 പേര് മരിച്ചു പോയതാണ്. ബാക്കിയുള്ള ആളുകൾ ഒരാൾ BJP MLA. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് എന്ന് വെച്ചാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, ഒരു MLA-ക്കുണ്ടായ പ്രശ്നങ്ങളും കേസുകളും വിവാദങ്ങളും അത് വലിയ രീതിയിൽ കേരളം ഒട്ടാകെ ചർച്ച ചെയ്തൊരു കാര്യം. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിന് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ആ ഒരു കോൺഫിഡൻസ് ആണോ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കാണിക്കുന്നത്? ഈ വിവാദം പശ്ചാത്തലത്തിലല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഉണ്ടായത്? ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് തൃത്താലയിൽ നേരത്തെ 4 പഞ്ചായത്താണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 5 പഞ്ചായത്തായി. 2 പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ വിജയത്തിനൊപ്പമാണ്. ഞങ്ങൾ 2 സീറ്റിന് 6 വോട്ട് 12 വോട്ടിനൊക്കെ തോട്ടാണ്. ഞങ്ങൾക്ക് ലീഡടക്കമുള്ള പഞ്ചായത്തുകളുണ്ട്. ഭരണം കിട്ടിയില്ല എന്നല്ലോ. അത് ഈ പാലക്കാട് ജില്ലയിൽ നിരവധി സ്ഥലത്ത് പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഞങ്ങൾ തിരിച്ചു പിടിച്ചു. ചിറ്റൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ തിരിച്ചു പിടിച്ചു. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു മെമ്പറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 13-14 മെമ്പർമാരുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷം നല്ലൊരു ക്യാപ്സ്യൂൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ പ്രതിപക്ഷം കുറച്ചും കൂടി ഒരു ആർജവത്തോടെ നിൽക്കണമായിരുന്നു, പ്രതിപക്ഷം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു, അങ്ങനെ VT ബൽറാമിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലല്ലേ ഞങ്ങൾ ഈ വിജയമൊക്കെ നേടിയെടുത്തത്. ഞങ്ങൾ തുടങ്ങിയത് എവിടുന്നാ? രണ്ടാമത് ഒട്ടും പ്രതീക്ഷിക്കപ്പെടാത്ത ഒരു തിരിച്ചടി കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 2 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അത്രയും ഡിമോറലൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 0 എന്ന് തുടങ്ങിയതാണ്. ഞങ്ങളൊരു 6 മാസത്തിനകത്ത് തൃക്കാക്കരയിൽ ഒരു റിസൗണ്ടിങ് വിക്ടറി എന്ന് പറഞ്ഞ പോലെ 25,000 വോട്ടിൻ്റെ ലീഡിനാണ്, ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് തൃക്കാക്കരയിൽ ജയിച്ചത്. പിന്നെ അതുപോലെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് പുതുപ്പള്ളിയിൽ ജയിച്ചത്. അതുപോലെ തന്നെയുള്ള വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ പാലക്കാട് ജയിച്ചു. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ജയിച്ചു. നിലമ്പൂർ ഞങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഉള്ള അൻവറിനും കൂട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ എത്ര വലിയ ഭൂരിപക്ഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഇടയിൽ പാർലമെന്റിൽ തുടർച്ചയായ 2ാമത്തെ തവണയും 19 സീറ്റിൽ CPM-ഉം LDF-ഉം പരാജയപ്പെടുകയാണ്. ഒരു MLA ആവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ എന്താ പറയുക, ഒരു KSRTC ബസ്സിന് കല്ലെറിയാനൊക്കെ പോയിരുന്നെങ്കിൽ അത് ഒട്ടും പഠിക്കാത്ത ആൾക്കാരാണ് അങ്ങനെ രാഷ്ട്രീയത്തിലോട്ട് വരിക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ എങ്ങനെയാണ് അത്രയും ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ടും ഇതിന്റെ കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? ഞാൻ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് തുടക്കം മുതൽ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു 15-17 വയസ്സ് തൊട്ട് തന്നെ ആക്റ്റീവ് പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് മനസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരനും ഒക്കെ ആയി മാറിയിരുന്നു. അപ്പോൾ ഞാൻ കോളേജിൽ മത്സരിച്ച് ക്ലാസ് റെപ്പായിട്ടും UUC ആയിട്ടും യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായിട്ടും KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായിട്ടും ഈ പറഞ്ഞ പോലെ സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വളർന്നു വന്നു തന്നെയാണ്. അല്ലാതെ ഞാനിങ്ങനെ വേറെ രീതിയിൽ പാരച്യൂട്ട് ചെയ്തു എന്നല്ല. അതോടൊപ്പം സ്വാഭാവികമായിട്ട് തന്നെ അക്കാഡമിക് മേഖലയിൽ നമ്മൾ മുന്നോട്ട് ഞാൻ മാത്രമല്ല, പക്ഷെ അല്ലാതെ തന്നെ ഇപ്പം ഞങ്ങളുടെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഇപ്പം ഞങ്ങളുടെ എൻ്റെ സഹപ്രവർത്തന മാത്യു കോഴിനാടൻ അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മറ്റേ വഴക്കുള്ള ഡോക്ടറേറ്റ് മാത്രമല്ല, നല്ല ഡോക്ടറേറ്റുകളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. അപ്പോ ആ പട്ടികയിൽ യൂത്തന്മാര് കുറവാണെന്നൊരു തോന്നലുണ്ടോ?
എവിടെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനെ വനിതകൾക്കൊക്കെ അവസരം കൊടുത്തോ? കുറച്ചും കൂടി ആവാമായിരുന്നു എന്നുള്ള അഭിപ്രായം. തീർച്ചയായിട്ടും അതൊരു അഭിപ്രായമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഫസ്റ്റ് ലിസ്റ്റിൽ ഒരുപാട് വനിതകൾ വന്നായിരുന്നു. സെക്കൻഡ് ലിസ്റ്റ് അല്പം വൈകിയപ്പോൾ എനിക്ക് തോന്നുന്നത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ, കടിപിടിയൊക്കെ വരുന്ന സമയത്ത് വനിതകൾ പിന്തള്ളപ്പെട്ടു പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊരു ഹെഡ്ലൈനായിട്ട് നെഗറ്റീവ് വാർത്തയായിട്ട് എടുക്കരുത്, എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള നിരീക്ഷണമായിട്ട് കാണാം. തീർച്ചയായിട്ടും അത് എല്ലാ പാർട്ടികളും ആ പ്രശ്നമുണ്ട്. തീർച്ചയായും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഈ യുവ നേതാക്കൾ, ഒരുപക്ഷെ VT ബൽറാം ഇനി MLA ആയി, ഒരുപക്ഷെ ഇനി ഒരു മന്ത്രിയൊക്കെ ആയ യുവ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ തലപ്പത്തെത്തിയാൽ യുവ നേതാക്കളെ ഇതുപോലെ പറഞ്ഞ പോലെ വനിതകളെയൊക്കെ എങ്ങനെ പരിഗണിക്കും? തീർച്ചയായിട്ടും അതിനുള്ള വലിയ പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുണ്ട്, ഇപ്പം തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പം ഈ പുതിയ ഇതിലൊക്കെ തന്നെ കൂടുതൽ ചെറുപ്പക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നല്ല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ചെറുപ്പക്കാർക്കും വനിതകൾക്കും കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിസ്റ്റം ഇങ്ങനെ നിൽക്കുകയാണല്ലോ കാലങ്ങളായിട്ട്. അപ്പോൾ ഈ ഏത് മേഖലയിലും ഉണ്ടല്ലോ അത്. അപ്പോൾ അത് മാറ്റം വരാൻ സമയം എടുക്കുമായിരിക്കും. പക്ഷെ ആ സമയം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ആ മാറ്റങ്ങളിലേക്ക് സമൂഹം വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താങ്ക് യു BT ബൽറാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം കൂട്ടാൻ ദേശീയ നേതാക്കൾ കൂടി കേരളത്തിലേക്ക് എത്തുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഞായറാഴ്ച തൃശ്ശൂരിലെത്തുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ബുധനാഴ്ച കോഴിക്കോടും എത്തും. ഒരുപക്ഷെ പത്മജ വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരുപക്ഷെ ദിലീപ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി വരുന്നു, അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വരുന്നു, അമിത്ഷായെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ദേശീയ നേതാക്കന്മാരൊക്കെ കേരളത്തിൽ ഈ 5 സ്ഥലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ സാന്നിധ്യം എല്ലായിടങ്ങളിലും ഉണ്ടാകും. എല്ലാവർക്കും പ്രത്യേക മത്സരമാണല്ലോ. എങ്ങനെയാണ് ഈ ദേശീയ നേതാക്കന്മാരുടെ വരവിനെ ദിലീപ് കുമാർ കാണുന്നത്? SKN ദേശീയ നേതാക്കളുടെ ഒരു പട തന്നെ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോഴൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം പല മണ്ഡലങ്ങളിലുണ്ട്. ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ളവരുണ്ട്, പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ട്. അങ്ങനെ ഒരു വലിയ നേതാക്കൾ ഇവിടേക്ക് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബുധനാഴ്ച കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. നേരത്തെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി എറണാകുളത്ത് ഈ പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അന്ന് 5 ഗ്യാരണ്ടി അന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട്, അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം എന്നത് മാത്രമല്ല, UDFന്റെ പ്രകടന പത്രിക എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു രൂപം കൂടിയായിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ വോട്ടർമാരെ ആകർഷിക്കാൻ ഉതകുന്നത് രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇനിയും രാഹുൽ ഗാന്ധി എന്താണ് പറയാൻ പോകുന്നത്? പക്ഷേ നിരാശപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കഴിഞ്ഞ തവണ കേരളത്തിന് എയിംസ് അടക്കമുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിക്കും എന്നാണ് കരുതിയത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. അത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒന്നും പരിധിയിൽ അന്ന് വരില്ലായിരുന്നു. അതുകൊണ്ട് അത്തരം ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഇനിയിപ്പോൾ എന്താണ് ആ നിലയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ വരാൻ പോകുന്നത്? BJPയുടെയൊക്കെ പ്രകടന പത്രികയിൽ എന്ത് വരും അത്തരം കാര്യങ്ങൾ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും ദേശീയ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. CPIMനെ സംബന്ധിച്ച് ദേശീയ നേതാവ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇവിടെ തന്നെ ഉണ്ട് മിക്ക സമയത്തും. തീർച്ചയായും എന്തായാലും SKN ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. അപ്പോൾ പരമാവധി നേതാക്കളെ എത്തിക്കുക എന്നുള്ളതിലേക്ക് തന്നെ മുന്നണികൾ കടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനം കൂടിയാണ്. പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി മുൻപ് പറഞ്ഞതുപോലെ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇവിടെ തന്നെയുണ്ട്. അവരൊക്കെ ഇതിനോടകം തന്നെ സജീവമായിട്ടുണ്ട് മണ്ഡലങ്ങളിൽ എന്നുള്ളതാണ്. ഇനി പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ടാണ് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ആ നിലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ, വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. മുൻപ് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന ഘട്ടങ്ങളിലൊക്കെ അത് പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ കാത്തിരുന്നു. പക്ഷേ കാര്യമായൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ എന്തൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേളയിൽ വരുമ്പോൾ കൂടുതൽ എന്തെങ്കിലും പ്രധാനമന്ത്രി പറയുമോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആകാംക്ഷ തന്നെയാണ്. എന്നാൽ കോഡ് ഓഫ് കോണ്ടക്ട് അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ പുലിവാലി പിടിക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നത് SKN ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, അങ്ങനെ UDFന്റെ ക്യാമ്പ് വളരെ സജീവമാക്കാൻ വേണ്ടി ഉള്ള നേതാക്കളൊക്കെ എത്തും. പ്രധാനമന്ത്രിയും അമിത്ഷായും ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 2 തവണയാണ് കേരളത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെ ഫീൽഡ് ചെയ്തുകൊണ്ട് പരമാവധി BJP പ്രവർത്തകർ അല്ലെങ്കിൽ NDAയുടെ വോട്ടർമാരെ പരമാവധി സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിരിക്കും ശ്രമിക്കുക. മാത്രമല്ല ഇത്തവണ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് വരുന്നത് പാലക്കാട്ട് വന്ന ശേഷമാണ്. പാലക്കാടും അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട് വലിയ
മത്സരം നടക്കുന്നു. NDA വലിയ പ്രതീക്ഷ വെക്കുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നു. അങ്ങനെ BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൂടെ ആയിരിക്കും പ്രധാനമന്ത്രി വരിക. പിന്നെ നമ്മൾ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ കൊച്ചിയിൽ വന്നപ്പോഴും പ്രധാനമന്ത്രി വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നതാണ് കണ്ടത്. ആ ആരോപണത്തെ കോൺഗ്രസിന് മൂർച്ച ഉള്ള ആരോപണങ്ങൾ കൂടിയായിരുന്നു അന്ന് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഈ സർക്കാരിനെതിരെയും ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതിന് മുൻപ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം നൽകിക്കൊണ്ടാണ് അന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ സ്വീകരിച്ചതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമാകുന്ന ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും പ്രധാനമന്ത്രിയുടെയും BJP നേതാക്കളുടെയും ഒക്കെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടനം നടക്കാൻ പോകുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ പറഞ്ഞിട്ടുള്ളത് ഈ വനിതകൾക്ക് KSRTCയിലെ സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ പിന്നെ ചെറുപ്പക്കാരികൾക്കുള്ള 1000 രൂപയുടെ അവിവാഹിതരായവർക്കുള്ള പദ്ധതി, പിന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെ തുടങ്ങിയുള്ള 5 ഇന്ദിരാ ഗ്യാരണ്ടി അതൊക്കെ അടങ്ങുന്നതായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ഈ കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും അവരുടെ. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷിച്ചത് നമ്മളെല്ലാവരും മാത്രമല്ല BJP നേതാക്കൾ കൂടിയായിരുന്നു. എന്നാൽ അവർ ബജറ്റ് കാണാൻ വേണ്ടി BJP സംസ്ഥാന സമിതി ഓഫീസിൽ അലക്സ് റാം മുഹമ്മദിന് അടക്കം മെസ്സേജ് അയച്ച് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട് എന്തൊക്കെ വലിയ പ്രഖ്യാപനം പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. ഏതാണ്ട് ആമ സംരക്ഷണം തേങ്ങ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത്തവണ മോഡി വന്നപ്പോഴേക്കും വലിയ പ്രഖ്യാപനം ഉണ്ടാകുന്ന BJP-ക്കാർ തന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി അടുത്ത ഈ വരുന്ന വരവിൽ ഇനി ഒരു വലിയ പ്രഖ്യാപനം ഒന്നും എന്തായാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ എന്നാലും ചില സൂചനകൾ അതിലുണ്ടാവും. SKN ഇതിലെ പ്രശ്നം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വന്നു പോകുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമാണ്. അദ്ദേഹം വരുമ്പോൾ ആദ്യം പ്രൈം പരമായിട്ട് ഉന്നം വെക്കുന്നത് കോൺഗ്രസിനെയാണോ CPM-നെയാണോ എന്ന് പ്രധാനമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള അവിടെ മുദ്രാവാക്യം അവിടെ നിൽക്കുന്നു. SKN ബാക്കി എന്തും ഇപ്പോൾ കഴിഞ്ഞവണ് അദ്ദേഹം ആവർത്തിക്കുന്നത് MMC എന്നാണ്, അതായത് മാവോവാദി മുസ്ലിം കോൺഗ്രസ് എന്ന കോയിനെ ഇതിനോടകം പറയുന്നുണ്ട്. ബാക്കി എന്തും ചർച്ചയാവട്ടെ, ബാക്കി എത്രത്തോളം വാക്പോരുകളിലേക്ക് പോകട്ടെ, ബാക്കിയുള്ള 15 ദിവസം കൊടിയ വർഗീയ പ്രചാരണങ്ങളിലേക്ക് കേരളം പോവാതിരിക്കണേ എന്നത് മാത്രമാണ് ഏക ആഗ്രഹം. ഓക്കെ, തീർച്ചയായിട്ടും അതൊരു നല്ല ആഗ്രഹവും പ്രതീക്ഷയുമാണ്. കാരണം കേരളത്തെ ഏറ്റവും നമുക്ക് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെയുള്ള മതേതര ചിന്താഗതി തന്നെയാണ് കേരളത്തെ ഏറ്റവും സാക്ഷരമാക്കുന്നതും നമ്മൾ സംസ്കാര ചിത്തരാണെന്ന് ആളുകൾ പറയുന്നത്. ഇനി മണ്ഡലം ചുറ്റും മകളകളാണ്. അവർ പൊന്നാനി ഹാർബറിലാണ് എത്തിയിരിക്കുന്നത്. മണ്ഡലത്തെ ഏറ്റവും അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ പൊന്നാനി ഹാർബർ എന്ന് പറയുന്നത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഈ മണ്ഡലം ചുറ്റുന്ന വനിതകൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ 2 പേരാണ്, അനൂജ രാജേഷും അമൃത പടിക്കാലും. മണ്ഡലം ചുറ്റും മഹിളകൾ അങ്ങനെ മണ്ഡലം ചുറ്റി പൊന്നാനി മണ്ഡലത്തിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം, പൊന്നാനി ഹാർബറിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ മീൻ വാങ്ങാൻ വേണ്ടി വന്നവരുണ്ട്. നമുക്കറിയാം, നാട്ടിൻപുറത്തിലേക്കൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്നത് കാണുന്നത് ചായക്കടകളിലും അതുപോലെ തന്നെ മാർക്കറ്റുകളിലും ഒക്കെ തന്നെയാണ്. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഇടത്താണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാകും, എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നുള്ളത്. അതെ, ഇപ്പൊ പൊന്നാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം ജില്ലയിൽ CPM-ന് ഏക മണ്ഡലം ഉണ്ടെങ്കിൽ അത് പൊന്നാനി, ഒരു പൊന്നാപുരം കോട്ട എന്ന് വേണമെങ്കിൽ പറയാം CPM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത്തവണ അവിടെ മാറ്റം ഉണ്ടാകുമോ? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ CPM-ൽ ചില തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നതാണ്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പ്രതിഫലനങ്ങൾ ജനങ്ങൾ അത് വോട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുമോ എന്നൊക്കെയുള്ളത് നമ്മൾ അറിയാനൊരു ആകാംക്ഷയുണ്ട്. അപ്പൊ ജനങ്ങളോട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താണ് തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF ജയിക്കണം. അതന്നെ. എന്തുകൊണ്ടാണ്? ഇവിടെ അവരല്ലേ വികസനം കൊണ്ട് തന്നെ, അതുകൊണ്ട് ജയിക്കണം. മണ്ഡലത്തിൽ വികസനം ഉണ്ടോ? മണ്ഡലത്തിൽ വികസനം ഉണ്ട്. വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും 35 വയസ്സായ സ്ത്രീകൾക്ക് 1000 രൂപ. ഇനി വീണ്ടും ഈ സർക്കാർ വന്നാൽ ചിലപ്പോൾ 2000 രൂപ ആക്കും. മാറ്റം വേണം. കുറെ കാലം ഇവിടെ CPM-ന് ഭരിക്കുന്നത്, അത് മാറിയിട്ട് വേറെ MLA വരണം, കോൺഗ്രസിന്റെ MLA വരണം. എന്തുകൊണ്ടാണ് മാറ്റം വേണമെന്ന്? ഇവിടെ വികസനം ഇല്ല, നാട്ടിൽ വികസനം സാധനം ഇല്ല. ഇതുപോലെയൊക്കെയുള്ള പോലെ പോയാൽ മതി. നന്നായിട്ടാണ്. പിന്നെ ഹാപ്പിയാണ് ഞങ്ങള്. മോളെ കേരളത്തിലെ LDF ഫുള്ളായിട്ട് പോകും. പിണറായി വരെ ജയിക്കുമെന്ന് തോന്നില്ല. ഉമ്മാനോട് ഞാൻ UDF-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞല്ലോ, നീ നിന്റെ പണി നോക്കൂടി, 2000 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടണേ. അതുകൊണ്ട് LDF തന്നെ വരണമെന്നാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം. ചേട്ടന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം തന്നെ ഞാനിപ്പോ LDF വരണം. പിന്നെ ഇങ്ങനെ UDF ആക്കി തരുന്നിരിക്കാനുള്ള ശ്രമം നടത്തേണ്ടത് മാത്രം. UDF വരാൻ വേണ്ടി മട രണ്ടുകൊണ്ട് മാറി വരണതില്ല. 5 കൊല്ലം UDF, 5 കൊല്ലം LDF. എത്ര ഭരണം നല്ലതായിക്കാനാലും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞിട്ടാണ് നിൽക്കണേല്. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചതല്ലേ UDF. പിന്നെ ഉമ്മൻചാണ്ടി
തുടർഭരണം പ്രവചിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഈ 10 വർഷം കൊണ്ട് നിരവധി കാര്യങ്ങൾ അവർക്കായി ചെയ്തു കൊടുത്തിട്ടുണ്ട് സർക്കാർ. അതുകൊണ്ട് തന്നെ ആ സർക്കാർ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ പലരും പറയുന്നത്. പക്ഷേ എതിരഭിപ്രായമുള്ള ആളുകളുമുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ട് അതുണ്ടാകും. അങ്ങനെ നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും തേടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെയും കുറച്ച് ആളുകളുണ്ട്, നാട്ടുകാർ തന്നെയാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു, എങ്ങനെയാണ് പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? എന്ത് പ്രതീക്ഷ? നിങ്ങൾ ഒരു മാറ്റം ഉണ്ടാവോ? തുടർന്ന് ഭരിച്ചിട്ട് ഈ മത്സ്യബന്ധന മേഖലയാണിത്, പൊന്നാനി മേഖല എന്ന് പറഞ്ഞാൽ. പൊന്നാനി ഈ അഴിമുഖത്ത് നിന്ന് കാപ്പിരിക്കാട് വരെയുള്ള ദൂരത്തിൻ്റെ ഉള്ളിൽ മത്സ്യത്തൊഴിലാളികളെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു കോളേജ് ഉണ്ടോ? ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ മത്സ്യത്തൊഴിലാളികളെ കുട്ടികൾക്ക് പഠിക്കാൻ സർക്കാരിൻ്റെ ഒരു ഹൈസ്കൂളുണ്ടോ ഈ പ്രദേശത്ത്? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അതിൽ ആര് വിജയിക്കണം എന്നാണ്? UDF വിജയിച്ച് നൗഷാദ് അലി വരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നുണ്ട്. സക്കീർ എന്ന് പറഞ്ഞാൽ ഈ സ്വന്തം പാർട്ടിക്കാർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് പത്രങ്ങളിലൂടെ നമുക്ക് അറിയുന്നത്. നമുക്ക് ഇവരെ അറിയില്ല. പക്ഷെ നമ്മൾ ഈ മൂന്ന് വർഷമാണ് ഈ നൗഷാദ് അലിനെ നമ്മൾ പൊന്നാനി കാണാൻ തുടങ്ങിയത്. ഇപ്പൊ പൊന്നാനിയുള്ള ഏതൊരു കുട്ടിക്ക് പോലും ഈ നൗഷാദ് അലി എന്ന് പറഞ്ഞ വ്യക്തിയെ തിരിച്ചറിയാം. അപ്പോൾ എന്ത് വേണം? അപ്പോൾ ഇവിടെ MLA ഉണ്ടാ, ജനങ്ങളെ വിഷയത്തിൽ ഊന്നി പറയാൻ MLA ഉണ്ടാ, ഹോസ്പിറ്റലിൽ നല്ല സംവിധാനങ്ങളുണ്ടാ, ഗുളികകളുണ്ടാ, ഒരു ഗുളികയുണ്ട് 2 ഗുളികയില്ല. അതെ, നമ്മൾക്ക് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത്. മറ്റേ ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഫ്ലാറ്റിൽ വെള്ളമില്ല, ചുമരുകളാണെങ്കിൽ വിണ്ടിട്ടുണ്ട്. ലൈഫാണോ? ലൈഫ് പദ്ധതി ഉണ്ട്, അതൊക്കെ ഭയങ്കര മോശം. ഇവിടെ 5 ലക്ഷം വീടുകൾ കണക്ക് പറയില്ലേ? ഒരു CM ഫയർ ആക്ട് പ്രകാരം ആ ഇവിടെ ഫ്ലാറ്റ് എടുത്തതിൽ ആ ജിയോളജി അത് നമ്പർ വരെ കൊടുക്കിട്ടൂല. അവർക്ക് നമ്പറില്ല, അത് വാസയോഗ്യ സ്ഥലവുമല്ല, ചളിയിലാണ് വീട് എടുത്തത്. ഈ മത്സ്യത്തൊഴിലാളികളെ ഇവിടെ ബോട്ട് ഈ മത്സ്യത്തൊഴിലാളികളെ ബോട്ട് പിടിച്ചിട്ട് ഭീമമായ സംഖ്യ സർക്കാർ ഈടാക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കരമായ ക്ഷീണം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ MP ഉണ്ട്, MLA ഉണ്ട്. MLA മാക്സിമം ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഫിന്റെ വീടിന്റെ പണി എടുക്കുന്നുണ്ട്. ആ പണിയിൽ അത്യാവശ്യം എല്ലാവരും ജീവിക്കുന്നുണ്ട്. പിന്നെ വലിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ ചില നൂതനകൾ ഉണ്ടാവും. വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായി, വെള്ളത്തിന്റെ പരിപാടി ഉണ്ടാക്കി, വെള്ളം ശുദ്ധി മാറ്റം വേണ്ട. സർക്കാരും നിലനിൽക്കും. അസംബ്ലി മണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത ആൾ ഇന്ന് രാജിവെച്ചിരിക്കുകയാണ്. അയാൾക്കൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. എന്താണ്? 2 പക്ഷത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഈ പറയുന്നത് പോലെ വികസനം വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇവിടെ ഒന്നും ലഭിച്ചിട്ടില്ല, അവരുടെ പ്രാരാബ്ദങ്ങൾ പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായും നമുക്കറിയാം, എല്ലാവർക്കും ഒരേ അഭിപ്രായമാകണമെന്നില്ല. ഒരു രാഷ്ട്രീയമാകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? CPM-ന്റെ സ്ഥാനാർത്ഥിയെ അറിയില്ല എന്ന് ഇപ്പോഴും ചിലർ പറയുന്നുണ്ട്. അപ്പം UDF-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ എല്ലാം രേഖപ്പെടുത്തി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പാലക്കാട് UDF സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ മത്സരിക്കുന്നത് പ്രശസ്ത സിനിമാ നടനും മിമിക്രി താരമൊക്കെയായ രമേഷ് പിഷാരടിയാണ്. എന്നാൽ ഇന്ന് ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെതായി വന്ന ഒരു പ്രസ്താവന വിവാദമായി. പാലക്കാട് കോമാളി വേഷം കെട്ടുന്ന നടന്മാർക്ക് വോട്ട് കിട്ടില്ല എന്നായിരുന്നു CPM നേതാവ് ഇന്ന് പ്രതികരിച്ചത്. എന്തായാലും TM തോമസ് ഐസക്കിൻ്റെ പരാമർശം വലിയ വിവാദമായി ചർച്ചയായി. രമേഷ് പിഷാരടിയുടെ പിന്നീട് അബദ്ധം മനസ്സിലാക്കിയ തോമസ് ഐസക്ക് ക്ഷമ പറഞ്ഞു, സോറിയൊക്കെ പറഞ്ഞു. എന്നാൽ ഇവർ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ഒരുപടി മുന്നിൽ പോയത് വേണമെങ്കിൽ രമേഷ് പിഷാരടി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ 4 കേന്ദ്രങ്ങളിൽ വെച്ച് മാധ്യമപ്രവർത്തകർ പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭിനയ മികവിനെക്കുറിച്ചൊന്നും മോശം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നറിഞ്ഞത് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, എന്നേക്കാൾ മുതിർന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ അനാവശ്യമായ പരാമർശങ്ങൾ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. ആരെ പറ്റിയും അങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്താനുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാടാണ്. അതുകൊണ്ട് തന്നെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം അത് പറഞ്ഞോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമൊന്നുമില്ല. സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. ഓക്കെ, ദിലീപ് കുമാർ, യഥാർത്ഥത്തിൽ ഈ വിഷയം അവസാനിച്ചു എന്ന് കരുതാമെങ്കിലും
ഇത്തരമൊരു പരാമർശം നടത്താമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറയാം. ദിലീപിൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? തീർത്തും അനുചിതമായി SKN അത്തരമൊരു പരാമർശം തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് രമേഷ് പിഷാരടി തന്നെ നൽകിയ മറുപടിയുണ്ട്. അതിൽ പറയുന്നുണ്ട് സംസ്കാരം എന്നത് സമരത്തിലൂടെ കിട്ടേണ്ട ഒന്നല്ല. അതിൽ KPAC പോലുള്ള സാംസ്കാരിക സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്ന അതേക്കുറിച്ചുമൊക്കെ അതിലെ കലാകാരന്മാരെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് കലാകാരന്മാരെ പലവട്ടം സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളതാണ്. രാമു കാര്യാട്ടിനെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ചലച്ചിത്ര താരം മുരളിയെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ മുകേഷിനെ മത്സരിപ്പിച്ചു, ഇന്നസെൻറ്റിനെ മത്സരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കേരളത്തിന് മുന്നിൽ അത്തരം അനുഭവങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ എതിർവശത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ ആ നിലയിൽ ആക്ഷേപിക്കുന്നത് അത് രാഷ്ട്രീയപരമായി ഒട്ടും ഗുണകരമായ കാര്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അസിത. തീർച്ചയായും അതേ അഭിപ്രായത്തോട് തന്നെയാണ് യോജിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ ഒരുപക്ഷെ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കൂടിയാണല്ലോ CPM. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അത്തരം ആളുകളൊക്കെ. തീർത്തും അനുചിതമായ ഒരു പ്രസ്താവനയായിരുന്നു. ആ തെറ്റ് മനസ്സിലാക്കി ഉടനെ തന്നെ തോമസ് ഐസക് അത് തിരുത്തി മാപ്പ് പറഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോഴും G. സുധാകരനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ തിരുത്തൽ വരുത്തിയിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടി തോമസ് ഐസക്കിന്റെ ആ തിരുത്തലിനെയും ആ ഖേദപ്രകടനത്തെയും വിശാല മനസ്സോടുകൂടി തന്നെ കാണണം എന്നാണ് കരുതുന്നത്. SKN ഈ പറയുന്ന പാലക്കാട് സ്ഥാനാർത്ഥിയെ ഈ പറഞ്ഞ കോമാളി എന്ന് വിളിക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അരസംഖ്യ എന്ന് പറയുന്നത് CPM ജില്ലാ സെക്രട്ടറിയാണ്. ഈ പറയുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭവും ഗർഭാലസ്യം തുടരാനാണോ പ്ലാൻ എന്ന് ചോദിക്കുന്നത് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനാണ്. ഇതൊന്നും രാഷ്ട്രീയമല്ല, ഇതൊക്കെ വ്യക്തിയധിക്ഷേപമാണ്, തേജോബോധങ്ങളാണ്. അത് ഉറപ്പായും ഒഴിവാക്കേണ്ടതാണ്. SKN എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വ്യക്തിയധിക്ഷേപമാണ്. നേട്ടം യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ്. ഇപ്പോൾ രമേഷ് പിഷാരടി അങ്ങേറ്റം ഗംഭീര മറുപടി പറഞ്ഞു, സംസ്കാരം വേണമെന്നൊക്കെ. നല്ല ഗ്രേസ്, പക്ഷേ SKN ഒറ്റ എനിക്ക് വിയോജിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ സംസ്കാരം സമരം ചെയ്താൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. SKN സമരത്തിനൊരു സംസ്കാരം ഉണ്ട്. സമരം ചെയ്താൽ കിട്ടുന്ന ചില സംസ്കാരങ്ങളുണ്ട്. അത് കരുത്തിന്റെ സംസ്കാരമാണ്, അത് പാവപ്പെട്ടവനൊപ്പം നിൽക്കാനുള്ള സംസ്കാരമാണ്. അപ്പോൾ ആ സംസ്കാരത്തെ പറ്റി രമേഷ് പിഷാരടിക്ക് അറിയാത്തത് രമേഷ് പിഷാരടി സമരം ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഗോപികൃഷ്ണൻ. ഇതിൽ പിന്നെ ഒരു എതിരഭിപ്രായത്തിന്റെ കാര്യമില്ല. കാരണം ഈ പരാമർശത്തെക്കാൾ കൂടുതൽ പിന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ മാപ്പ് പറഞ്ഞതുകൊണ്ട് അതിനെ ഒരു വിശാല അർത്ഥത്തിൽ സ്വീകരിക്കാമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഈ അനുഭവ പരിചയമുള്ള, അദ്ദേഹത്തെ പോലെ ഇറുഡിഷനുള്ള ഒരാളിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് വളരെ ഖേദകരമാണ്. മാത്രമല്ല അതിന് ഈ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പരാമർശവും ഇതിനോടകം തന്നെ പിന്നെ വലിയ ചർച്ച ആയിട്ടുണ്ട്. അത് അദ്ദേഹം തിരുത്തിയിട്ടുമില്ല. ഇതിന് ഇപ്പോൾ ഈ രമേഷ് പിഷാരടിയുടെ കാര്യത്തിൽ ഡോക്ടർ സരിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കുഴൽമന്ദത്തെ അമ്മ വീട്ടിലേക്ക് പുറപ്പെട്ട UDF സ്ഥാനാർത്ഥി അമ്മാത്തെത്തിയോ എന്ന ഒരു പരിഹാസ രൂപേണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സാംസ്കാരിക പ്രവർത്തകരെയും സിനിമാ നടന്മാരെയും ഒക്കെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഈ നിലയിൽ അപഹസിക്കുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. പിഷാരടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ആഷ്മി, ഇപ്പൊ രമേഷ് പിഷാരടിയോടൊപ്പം നമ്മൾ ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്, ഇപ്പോഴും ജോലി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം വ്യക്തമായി പറയാൻ പറ്റും. അസാധാരണ വൈഭവം ഈ അഭിനയത്തിൽ മാത്രമല്ലാത്ത ചില മേഖലകളിലും ഉള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ, ഒരു സംവിധായകൻ എന്ന നിലയിൽ സ്റ്റേജ് പരിപാടികൾക്കൊക്കെ പോകുമ്പം അപാരമായ ഒരു പ്രതിഭാ സാന്നിധ്യം അയാൾ കാണാറുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല കാര്യക്ഷമതയുള്ള ആളാരാണ്? ഏറ്റവും നല്ല കോർഡിനേഷൻ നടത്താൻ കഴിവുള്ള ആളാണ്. അതിൽ അയാൾക്ക് മികവുണ്ട്. എനിക്ക് തോന്നുന്നത് TM തോമസ് ഐസക്കിനെ പോലെ അദ്ദേഹത്തിനെ എപ്പോഴും നമ്മളൊരു വളരെ ഉയരത്തിൽ കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ധനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പലപ്പോഴും വാർത്താ സമ്മേളനങ്ങളൊക്കെ തന്നെ എപ്പോഴും ചിരിച്ച് ഉല്ലസിച്ച് കളിച്ച് അറമാദിച്ച് പത്രസമ്മേളനം നടത്തുന്ന ആളൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് നാവ് പിഴച്ചതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം കാണിച്ചൊരു വലിയ കാര്യം, അദ്ദേഹത്തിന് ഈ പിഴവ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അപ്പോൾ തന്നെ അത് പിൻവലിക്കാനും ക്ഷമ പറയാനും തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വലിപ്പമായി കാണുന്നു. എന്നാലും തലമുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ എതിരെ മത്സരിക്കുന്ന ആളിനെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളിനെക്കുറിച്ചോ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരണങ്ങൾ നടത്താതിരിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി പുരോഗമിക്കാൻ നല്ലത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു.